ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭസ്മോദ്ധൂളിതവിഗ്രഹം വരദചിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദസുഖപ്രശോഭിതമുഖം വീരാസനെ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമ്യഹം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമഗുരുദേശികമൂർത്തയേ നമഃ. ഓം ശ്രീ സദ്ഗുരുചരണാരവിന്ദഭ്യാം നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭക്തജനങ്ങളെ, എല്ലാവർക്കും ഭാരതീയ സനാതന സംസ്കൃതിയുടെയും മഹത്തായ സന്യാസാശ്രമ സമ്പ്രദായത്തിൻ്റെയും പേരിൽ അനേക കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. ലോകേശ്വരനായ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ എല്ലാവർക്കും എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ രാസക്രീഡ എന്ന ഭാഗത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മളെ വിചാരം ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 29 മുതൽ 33 വരെ 5 അധ്യായങ്ങളിലായി 174 ശ്ലോകങ്ങളുള്ള ഭാഗത്തെയാണ് രാസക്രീഡ എന്ന് പറയുന്നത്. ഇതിന് ആചാര്യന്മാർ രാസപഞ്ചാധ്യായി എന്നൊരു പേരും ഈ 5 അധ്യായങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് ഈ 174 ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ രാസക്രീഡ അല്ലെങ്കിൽ രാസലീല എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ ഭൗതികപരമായ രീതിയിൽ നോക്കുമ്പോൾ ഒട്ടേറെ ദുർവ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ഭാഗമാണിത്. ഭാരതീയ സനാതന സംസ്കൃതിയെക്കുറിച്ചും വേദേതിഹാസങ്ങളുടെ അന്തസത്തയെക്കുറിച്ചും പുരാണങ്ങളുടെ താത്വികമായ ലക്ഷ്യമെന്ത് എന്നും ഭാഗവതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നും അറിയുന്നവർക്ക് അങ്ങനെ തോന്നുകയില്ല. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഭക്തി, ജ്ഞാന, വൈരാഗ്യം, ഇത് മൂന്നും ഒരു ജീവന് ഉണ്ടാവുക എന്നുള്ളത്. എല്ലാ വേദ ഇതിഹാസ പുരാണങ്ങളും ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ ആത്യന്തികമായിരിക്കുന്ന
ലക്ഷ്യം അവൻ്റെ മുക്തി, മോക്ഷം ആണെന്ന് ആവർത്തിച്ച് പറയുക. എല്ലാ ഭാരതീയ സനാതന ഗ്രന്ഥങ്ങളും മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം മുക്തിയാണെന്ന് പറയുന്നു. അതിന് പല ഉപായങ്ങളും വിവരിക്കുന്നുണ്ട്. പല മതങ്ങൾ, പല മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. മനുഷ്യരവരുടെ വാസനയ്ക്കും സംസ്കാരത്തിനും സാഹചര്യത്തിനുമൊക്കെ അനുസരിച്ച് അവന് ലഭ്യമായ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ മുന്നേറുക. ചിലപ്പോൾ ആദ്യം ശരിയായ മാർഗമായിരിക്കുകയില്ല കിട്ടുന്നത്. എങ്കിലും പോയി ഈശ്വരാനുഗ്രഹത്താൽ, ഗുരുകടാക്ഷത്താൽ നേരായ മാർഗത്തിൽ നമ്മളെ ഒടുക്കം കൊണ്ടെത്തിക്കും. അപ്പോൾ പല വഴികളാണുള്ളത്. ഓരോ വഴിയിലൂടെയും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഈ മൂന്നും അത്യാവശ്യ ഘടകങ്ങളാണെന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാനുള്ളതായ ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭാഗവതം. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തെ സാധിക്കുന്നതിന് ഉപകരിക്കുന്ന ഉപായത്തെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ലക്ഷ്യം എന്തുമാകാം. ആ ലക്ഷ്യത്തെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഉപായത്തിലൂടെ സാധിക്കുന്നതിന് ഉപകരിക്കുന്നതിനെയാണ് ശാസ്ത്രമെന്ന്. പരമമായിരിക്കുന്ന ഈശ്വരപ്രാപ്തിയെ ഭഗവത് ഭക്തിയിലൂടെ പ്രാപിക്കുവാൻ ഉപായമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ മുക്തിക്ക് ഉപകരിക്കുന്നതായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഭാഗവതത്തിലെ ഓരോ കഥാഭാഗങ്ങളെയും നമ്മൾ സമീപിക്കും. സാമാന്യ ജനങ്ങൾക്ക് ഈശ്വര കഥകളിൽ ആഭിമുഖ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ലളിതവും മനോഹരവും ആകർഷണീയവുമായിരിക്കുന്ന കഥകൾ, ഉപകഥകൾ അനേകം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കഥകളിലെല്ലാം തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ആത്മീയ സാധനയ്ക്ക് ഉപകരിക്കുന്ന ഉപായങ്ങളും അഥവാ ശാസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയ തത്വങ്ങളും നിറച്ചു വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആന്തരികമായിരിക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് അവരുടെ ബുദ്ധിയെ വ്യാപരിപ്പിക്കുവാൻ സാധിക്കുകയില്ലായിരിക്കാം. അതുകൊണ്ട് അവർ ബാഹ്യവും സ്ഥൂലവുമായിരിക്കുന്ന കഥകളിലൂടെ കടന്ന് അതിൻ്റെ അന്തർധാരയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ ആസ്വാദ്യമായിത്തീരും, അനുഭവവേദ്യമായിത്തീരും. അങ്ങനെയുള്ളതായ വളരെ ആലോചിച്ച് അർത്ഥതലങ്ങളെ കണ്ടെത്തേണ്ട ഒരു ഭാഗമാണ് ഈ രാസലീല എന്ന് അറിയപ്പെടുന്ന ഭാഗം. അത് രാസലീലയിലെ കഥ അല്ലെങ്കിൽ സന്ദർഭമൊക്കെ നമുക്ക് ഒരു വാചകത്തിൽ പറയാൻ സാധിക്കും. ഭഗവാൻ ഗോപികമാരോടൊപ്പം സന്തോഷത്താൽ ആനന്ദത്താൽ നൃത്തമാടിയ ഒരു കഥാഭാഗമാണ് ഇത്. ഭഗവാൻ ആടിയതാണോ ഗോപികമാരാടിയതാണോ എന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നും. ആ സംശയത്തിനുള്ളതായിരിക്കുന്ന മറുപടിയായിട്ട് ഇതിൽ പറയുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഇവരെല്ലാവരും ഭഗവത് സന്നിധി പ്രാപിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയാണ്. നമ്മൾ ഭക്തന്മാരിച്ഛിച്ചാലും അത് സാധിക്കണമെന്നില്ല, മറിച്ച് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അപി താ രാത്രിഹി എന്ന് ആദ്യമേ തുടങ്ങുന്നത്.
ഭഗവാൻ അപി, ഭഗവാൻ പോലും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഗോപികമാർക്ക് ആ അനുഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. രാസക്രീഡ എന്ന് നമ്മൾ വിവരിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് രസം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. രസത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് രാസം. രാസം എന്ന് പറഞ്ഞാൽ രസസംബന്ധിയാണ്. രസശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് നമ്മൾ സംസ്കൃത ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ. അതുപോലെ തന്നെ രസസംബന്ധമായ അനേക വ്യാഖ്യാനങ്ങൾ, ശാസ്ത്രങ്ങൾ ഭാരതീയ ശാസ്ത്രഗ്രന്ഥങ്ങളിലും സാഹിത്യ ഗ്രന്ഥങ്ങളിലും നാട്യഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒട്ടേറെ അർത്ഥങ്ങളിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ ഭക്തി, ജ്ഞാന, വൈരാഗ്യം എന്നീ 3 കാര്യങ്ങളെ ലക്ഷ്യമാക്കി എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതായ രസശബ്ദത്തിന് സത്ത്, ആനന്ദം, ഇഷ്ടം, ആസ്വാദനീയം, ആത്മാവ് എന്നീ അർത്ഥങ്ങൾ സ്വീകരിക്കും. ബാക്കിയുള്ളവയൊക്കെ നമുക്ക് ലൗകിക പദാർത്ഥങ്ങളുടെയും മറ്റുമൊക്കെ അർത്ഥമായതിനാൽ ഇതിനോട് ചേരുകയും. അപ്പോൾ ഭാഗവതത്തിലെ ഏത് കഥ നമ്മൾ എടുക്കുമ്പോഴും ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ 3 കാര്യങ്ങളെ വിട്ടുകളയാതെ അതുമായിട്ട് സമന്വയിച്ച് വേണം നമ്മൾ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്ത്, ആനന്ദം, ഇഷ്ടം, ആസ്വാദനീയം, ആത്മാവ് ഈ 3 വാക്കുകളുടെ അർത്ഥങ്ങളും ഈ രാസക്രീഡാ ഭാഗത്തോട് ചേർന്നുകൊണ്ട് അത് ഭാഗവതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാസക്രീഡ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഗ്രാമീണ നൃത്തമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോകുമ്പോൾ അറിയാം, ഒരു ഗോപികമാരുടെ പോലൊക്കെ വേഷങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് ഒരു മദ്ദളം, ഇടയ്ക്ക, അവിടുത്തെ ചില കൊട്ടുവാദ്യങ്ങൾ ഒക്കെ കൊട്ടിക്കൊണ്ട് അതിലൊരാൾ ഭഗവാനായിട്ട്, ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് വേഷം കെട്ടിക്കൊണ്ട് ഭഗവാൻ ഒരാൾ നടുക്ക് നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പല തരത്തിലുള്ള സ്തുതികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു നൃത്തമാണ്. വർഷങ്ങളായിട്ടത് വളരെ മനോഹരമാണ്. അങ്ങനെയുള്ളതായ ഒരു ഗ്രാമീണ നൃത്തം ഇന്നും നിലനിൽക്കുന്നതാണ്. ഈ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലും സംസ്കൃത കാവ്യശാസ്ത്രങ്ങളിലുമൊക്കെ രസനിഷ്പത്തി വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാണ് രസമുണ്ടാകുന്നത്? ഈ ഭാരതീയ രസ ആനന്ദ ദർശനത്തെ അത് ലൗകികമായും അലൗകികമായും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രാസക്രീഡയിലെ അർത്ഥങ്ങളെയും ലൗകികമായും അലൗകികമായും നമുക്ക് കാണുവാനും വ്യാഖ്യാനിക്കാനും കഴിയുന്നു. അപ്പോൾ ലൗകികവും അലൗകികവുമായ വ്യത്യസ്ത ബിന്ദുക്കളെ ഏകാത്മകമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ രാസക്രീഡയിലെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ രസത്തിന് പറയുന്നത് സർവം രസമയം ജഗത്തെന്നാണ്. ഈ ജഗത്ത്, ഈ പ്രപഞ്ചം മുഴുവനും രസമയമാണ്. അതുതന്നെ ഉപനിഷത്ത് ബ്രഹ്മം തന്നെയാണ് രസമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സർവം ബ്രഹ്മമയം ജഗത്ത് എന്ന് പറയുന്ന പോലെ തന്നെ സർവരസമയം ജഗത്ത് എന്നും പറയുന്നുണ്ട്. രസോ വൈ സഹ എന്ന് പറയുന്നുണ്ട്. അവൻ രസമാണ്, അത് രസമാണ്. അതെന്താണ്? ആ ആത്മാവ് എല്ലാത്തിൻ്റെയും രസമാകുന്നു എന്ന് തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ രസം കൊണ്ട് അർത്ഥം എടുക്കേണ്ടത് സത്താകുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിൽ സർവാന്തര്യാമിയായിരിക്കുന്ന
പരാത്പരമായിരിക്കുന്ന സത്താകുന്നു. ആ സത്തിനെയാണ് നമ്മൾ രസം എന്ന് പറയുന്നത്. അതെന്താണ്? അത് തീർച്ചയായും ആത്മാവാണ്, ബ്രഹ്മമാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ചിട്ടുള്ള, ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള വിചാരമാണ് ഈ രാസക്രീഡയിൽ പറയുന്നത്. അപ്പോൾ ആ ആത്മാവ് എല്ലാത്തിൻ്റെയും രസമാകുന്നു ആണ് സത്ത് എന്നുള്ള അർത്ഥത്തിൽ. ആ ആത്മാവിനെ അറിയുന്നവൻ പരമമായിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആനന്ദം എന്ന അർത്ഥവും അവിടെ യോജിക്കുന്നു. ആത്മാവിനോട് എല്ലാം പ്രിയമായിരിക്കുന്നു. എല്ലാവർക്കും പ്രിയമായിരിക്കുന്നത് ആത്മാവ് എല്ലാത്തിനും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ പ്രിയം അല്ലെങ്കിൽ ഇഷ്ടം എന്നതും അവിടെ യോജിച്ചു വരുന്നു. ആത്മാവ് ഏറ്റവും ആസ്വാദനീയമാകുന്നു. ആത്മാവിനെയാണ് ആസ്വദിക്കേണ്ടത്, അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ആസ്വാദന ശബ്ദവും അതിനോട് ചേർന്നിരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിൽ സത്തായിരിക്കുന്നത് ആത്മാവായതുകൊണ്ട് രസശബ്ദം കൊണ്ട് ആത്മാവിനെയും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ രാസക്രീഡ അല്ലെങ്കിൽ രാസലീല എന്നുള്ളതിന് ആത്മാവിൻ്റെ സംബന്ധപ്പെട്ടിട്ടുള്ളതായ ലീലയെന്ന് നമുക്ക് മാറ്റി പറയാവുന്നതാണ്. അപ്പോൾ അതിനൊരു കഥ പറയുക. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗോപികമാരുമായി കൂടിച്ചേർന്നുകൊണ്ട് ജീവസ്വരൂപികളായിരിക്കുന്ന ഗോപികമാർ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് ചേർന്ന് ജീവബ്രഹ്മൈക്യം അനുഭൂതി ഉണ്ടായ അവസ്ഥാവിശേഷത്തെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഭഗവാന്റെ ശക്തി വൈഭവത്തെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഈശ്വരസ്വരൂപനാണ് എന്ന് അതുവരെയുള്ള ഭാഗങ്ങളിലൂടെ ഗോപന്മാർക്കും ഗോപികമാർക്കും നിസ്സംശയം ബോധ്യപ്പെട്ടു. അതാണ് ഇതുവരെ ചെയ്തത്. ഒന്ന് അപൂർവമായിരിക്കുന്ന ഭഗവാന്റെ അവതാരം, വ്യത്യസ്തമായൊരു അവതാരമാണ്, ജന്മമാണ്. ആ അവതാരത്തിലൂടെ തന്നെ ശ്രീകൃഷ്ണൻ പരമാത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് ബാലലീലകളിലൂടെ ശ്രീകൃഷ്ണൻ സംശയരഹിതമായിട്ട് പരമാത്മാവാണെന്ന് ഇതിനകം ഗോപികമാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അവർക്കിനി സംശയമില്ല. ആരെയാണോ ഞങ്ങളുടെ ജന്മം കൊണ്ട് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നത് അത് പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് ഗോപികമാർക്ക് ബോധ്യപ്പെട്ടു. ഗോപികമാരെയെല്ലാം ജീവന്മാരായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. ശ്രീകൃഷ്ണനാകട്ടെ പരമാത്മാവാണ്. ഇവിടെ കൃഷ്ണൻ ഏകനാണ്, ഗോപികമാരാകട്ടെ അനേകമാണ്. പരമാത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ. സ ഏക ഏവ നാദ്വിതീയ. അവൻ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതമാത്മാ. സജാതീയ ഭേദമോ വിജാതീയ ഭേദമോ സ്വഗത ഭേദമോ ഇല്ലാത്ത ഏകമേവാദ്വിതീയം ബ്രഹ്മ. ഏകം ഏവ, അവൻ തന്നെയേ ഉള്ളൂ. ഏവ എന്ന് പറയാൻ രണ്ടാമതൊന്നില്ല. അദ്വിതീയം ബ്രഹ്മ. അങ്ങനെയുള്ളതായിരിക്കുന്ന സാക്ഷാൽ പരമാത്മാവിനെ തന്നെയാണ് കൃഷ്ണശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവനെന്ന്. എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവരാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് ആ നാമം കൊടുത്തിരിക്കുന്നത്. ആ രൂപം തന്നെ പറയുന്നത് എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശത്തിന് നിറമില്ലെന്നുള്ളത്
നമുക്കറിയാം. എങ്കിലും ഉപാധികളിലൂടെ നോക്കുമ്പോൾ നമ്മൾ ആകാശത്തിന് നിറം ഉണ്ടെന്ന് പറയും, തോന്നുന്നു. ആ നിറമാണ് ഭഗവാന് കൽപ്പിച്ചിരിക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഇതി ആകാശത്തെ ഇതി ആകാശം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്. ആകാശത്തല്ലിങ്കാത്, ഈ സകല പ്രപഞ്ചത്തെയും ഗോളങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആകാശം. ആ ആകാശത്തിൻ്റെ നിറമാണ് ഭഗവാന് കൽപ്പിച്ചിരിക്കുന്നത്. ആ ആകാശത്തിൽ നിന്നാണ് ആകാശാത് വായു വായോരഗ്നി അഗ്നേരാവഹ അദ്ഭ്യപൃഥ്വി. അങ്ങനെ ആകാശത്തിൽ നിന്നാണ് ക്രമക്രമമായിട്ട് ഈ പഞ്ചഭൂതങ്ങളുടെയും ഭൂതതന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ആ ഭൂതതന്മാത്രകൾ പഞ്ചീകരണത്തിലൂടെയാണ് പിന്നെ സ്ഥൂലഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഏതിൽ നിന്നാണോ അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഇരിപ്പിടം നൽകുന്നത് ഭഗവാനാണ്. ആ ആകാശത്തിൻ്റെ വിഷയമാകട്ടെ ശബ്ദമാണ്. ഭഗവാൻ ഏറ്റവും പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ആകർഷിക്കാൻ ഉപയോഗിക്കുന്നത് മധുരമനോഹരമായിരിക്കുന്ന വേണുഗാനത്തിലൂടെയാണ്. അത് ശബ്ദസ്വരൂപത്തിലാണ്. ശബ്ദമെന്നത് കേൾക്കാനുള്ളതാണ്, അത് ശ്രുതിയാണ്, അത് കർണികയാ കേൾക്കേണ്ടതാണ്. അപ്പോൾ ഉപനിഷത്ത് വാക്യങ്ങളെ, വേദവാക്യങ്ങളെ, മുക്തിവചനങ്ങളെ ആണ് ഭഗവാൻ തൻ്റെ ആ വേണുവിലൂടെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ആ ഓടക്കുഴൽ ഗീതം കേൾക്കുമ്പോൾ നമ്മളും എങ്ങനെയാണ്? ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുമുഖത്ത് നിന്ന് കർണാകർണികയ കേട്ടു പഠിക്കുന്നതാണ് വേദവാക്യങ്ങളാണ് ശ്രുതി. ഇവിടെയും ഭഗവാന് മറ്റൊരു ഉപകരണത്തെ ഉപയോഗിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ഓടക്കുഴൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്? ആ ശ്രുതിവാക്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ശ്രുതിവാക്യം കേട്ടുകൊണ്ട്, ആ ഓടക്കുഴൽ വിളി കേട്ടുകൊണ്ട് ആകർഷിക്കപ്പെടുകയാണ് ആര്? ഓരോ ജീവന്മാർ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ വേണുഗാനം, ആ ശ്രുതിവാക്യം, ആകാശത്തിൻ്റെ വിഷയമായിരിക്കുന്ന ശബ്ദം, അത് നാദസ്വരൂപത്തിൽ അത് ഉണർത്തുമ്പോൾ, നാദസ്വരൂപമായിരിക്കുന്ന ആ വേദവാക്യത്തെ ആകാശത്തിൻ്റെ വിഷയമായിട്ട് ഉയർത്തിക്കഴിയുമ്പോൾ അത് ആകാശത്തിൻ്റെ വിഷയമായിരിക്കുന്ന ശബ്ദത്തെ അറിയുന്നതിനുള്ള ഇന്ദ്രിയമായിരിക്കുന്ന ശ്രോത്രം ചെവിയിലൂടെ ചെന്ന് അത് മനസ്സുകളെ കീഴടക്കുന്നു. മനസ്സിൽ നിന്നത് ബുദ്ധിയെ കീഴടക്കുന്നു. ബുദ്ധിയിൽ നിന്ന് അത് ജീവനിൽ മൊത്തം വ്യാപരിക്കുന്നു. പിന്നെ ആ ജീവന് സ്വതവേ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉറവിടമായിരിക്കുന്ന ഭഗവാനിലേക്ക് ചെല്ലുന്നു. അതാകട്ടെ പരമാത്മാവുമാവും. ഇതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ആ ഓടക്കുഴൽ വിളിക്കുകയും അത് കേട്ട് ആ ഗോപികമാർ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അപ്പോൾ ജീവവൈവിധ്യങ്ങളുമായി സംബന്ധമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ത്രിഗുണങ്ങളെ ആശ്രയിച്ച് മനുഷ്യൻ ജീവൻ നിലനിൽക്കുന്നതെന്നും ആ ഗുണങ്ങളെയും അവൻ്റെ അവസ്ഥാഭേദങ്ങളെയും ദേഹാദികളെയും ഇന്ദ്രിയങ്ങളെയും ധർമ്മങ്ങളെയും ഒക്കെ വിട്ടുകൊണ്ട് എങ്ങനെയാണ് വിവേകിയായ ഒരു ജീവൻ ഈശ്വരനോട് കൂടി ചേർന്ന് പരമമായിരിക്കുന്ന അനുഭവം നേടുന്നതെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂതനാമോഷം തൃണാവർത്തനെ വധിച്ചത് യശോദാദേവിക്ക് സ്വന്തം മുഖാന്തർഭാഗത്ത് വിശ്വത്തെ കാട്ടിക്കൊടുത്തത്, ഭഗവാന്റെ അനേക ബാലലീലകൾ, ആ നളകുബേരന്മാരുടെ മോക്ഷം, വത്സാസുരവധം, ബകാസുരവധം, അഘാസുരമോക്ഷം, ബ്രഹ്മാവിൻ്റെ മായാമോഹം മാറ്റിയത്, ധേനുകാസുരവധം, കാളിയമർദ്ദനം, അതുപോലെ തന്നെ കാട്ടുതീ പാനം ചെയ്തത്,
ഗോപന്മാരെ രക്ഷിച്ചത്, ഇന്ദ്രനെ പരാജയപ്പെടുത്തിയത്, ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലൂടെ നിസ്സംശയം ആരെയാണോ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരമാത്മസ്വരൂപൻ ഭഗവാൻ തന്നെയാണ് എന്ന് ഗോപികമാർക്ക് ബോധ്യമായി. അപ്പോൾ ഇതുവരെ ഇത്രയും കാലം ശരീരമെടുത്ത് ആർക്കു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് ഭഗവാനാണ്, ശ്രീകൃഷ്ണ പരമാത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവസ്വരൂപികളായിരിക്കുന്ന ഗോപികമാർക്ക് മറ്റൊന്നിനെയും ആശ്രയിച്ച് നിൽക്കുവാൻ കഴിയുകയില്ല. അതാണ് ഈ വേണുഗാനം കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരോടി വരുന്നതായി കാണും. നമുക്കറിയാം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ വിഷയം നിരോധമാണ്. എന്താണ് നിരോധമെന്ന് പറഞ്ഞാൽ, ഈശ്വര സാക്ഷാത്കാരത്തിന് ജീവനുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തെല്ലാമെന്നും അവയെ എങ്ങനെ മാറ്റാമെന്നുമാണ് ദശമസ്കന്ധത്തിൽ പറയുന്നത്. അപ്പോൾ നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിന് ഒഴികെ മറ്റൊന്നില്ല. ഈ പ്രപഞ്ച പദാർത്ഥങ്ങളിലേക്ക്, വിഷയപദാർത്ഥങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് ഇന്ദ്രിയങ്ങൾ പോവുകയും ആ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സ് പോവുകയും മനസ്സിന് പിന്നാലെ ബുദ്ധി പോവുകയും ബുദ്ധിക്ക് പിന്നാലെ ജീവൻ പോവുകയും അങ്ങനെ ജീവൻ തൻ്റെ സ്വസ്വരൂപത്തിൽ നിന്ന് അകന്ന് അജ്ഞാനിയായിട്ട് പോവുകയും ചെയ്യും. എന്താണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഒരുപാട് നിർവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെ അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം. തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയാതെ താൻ ജീവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവൻ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ശരീരം എൻ്റേതാണെന്ന് വിചാരിച്ചുകൊണ്ട് ശരീരധർമ്മങ്ങൾ എൻ്റേതാണെന്ന് വിചാരിച്ച് അതിലുണ്ടാകുന്നതായ സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ വേദനിക്കുകയും ചെയ്യുന്നതാണ് ജീവൻ. അങ്ങനെ ശരീരധർമ്മങ്ങൾ തൻ്റെ ധർമ്മങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് വശഗതനായി ഇങ്ങനെ ജീവിച്ചു പോകും. അങ്ങനെ അതിന് അനുകൂലമായിരിക്കുന്ന ഇന്ദ്രിയസുഖത്തിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മത്തിൻ്റെ ഫലമായിട്ട് പുണ്യവും പാപവും ഉണ്ടാവും. പുണ്യഫലങ്ങൾ സ്വർഗാദി സുഖത്തിന് ഗുണം ചെയ്യും. പാപഫലങ്ങളാട്ടെ നമ്മളെ നരകാദി ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും. പുണ്യവും പാപവും സ്ഥിരമല്ല. കർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന ഏതൊരു ഫലവും സ്ഥിരമല്ല. ഇന്ദ്രിയ സുഖം നൽകുന്നതായ വിഷയപദാർത്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വിഷയസുഖങ്ങൾ ക്ഷണികമാണ് എന്നതുപോലെ നാം ചെയ്ത പുണ്യത്തിലൂടെ നമുക്ക് കിട്ടുന്നതായ സ്വർഗാദി ലോകങ്ങളിലെ സുഖവും ക്ഷണികങ്ങളാണ്. ഇതിനാണ് ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായ അനുഭവങ്ങൾ അനിത്യമെന്ന് കണ്ട് രണ്ടിൽ നിന്ന് നിരതാം വിരതി വിരാഗ, അതാണ് വിരാഗം, വൈരാഗ്യം. അപ്പം ഭാഗവതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഭക്തന്മാരിൽ വൈരാഗ്യമുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ബാഹ്യമായിരിക്കുന്ന വിഷയപദാർത്ഥങ്ങൾ അനിത്യമെന്ന് കണ്ട് അവയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വ്യവഹാരത്തെയും എല്ലാം പിൻവലിക്കണം. അതിനാണ് ശമാധി ഷഡ്കസമ്പത്തി എന്നൊക്കെ പറയും. ശമം, ദമം, ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ. ഈ ശമാധി ഷഡ്കസമ്പത്തി ഭാഗവതം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ കഥകളൊക്കെ കേട്ട് രസിച്ച് പ്രസാദമൊക്കെ കഴിച്ച് പോയാൽ പോരാ. ശമാധി ഷഡ്കസമ്പത്തി നമുക്കുണ്ടായിട്ടുണ്ടോ?
ഭാഗവതം കേട്ട് കഴിയുമ്പോൾ ഭൗതികപരമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം ഇതൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടേറെ കഥകൾ. അങ്ങനെ ഉണ്ടായിട്ടുള്ളവരാണ് ആര്? ഗോപസ്ത്രീകൾ. അപ്പോൾ ഗോപസ്ത്രീകൾ സാധാരണ ജീവനല്ല, മറിച്ച് വിവേകിയായിരിക്കുന്ന ജീവനാണ്. പുണ്യം കൊണ്ട് അവർ ശരീരമെടുത്തിട്ട് ആ ശരീര ഉപാധിയിലൂടെ ജീവിക്കുന്നതായ ആത്മചൈതന്യം തന്നെയാണ് ഗോപികമാർ. അവരുടെ ലക്ഷ്യവും പ്രയത്നവും എല്ലാം തന്നെ പരമാത്മാവായിരിക്കുന്ന ഭഗവാനോട് കൂടി ചേർന്ന് ആ ജീവേശ്വരത്വം പ്രാപിക്കുക, ജീവബ്രഹ്മൈക്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണൻ ഈശ്വരനാണ്, ഗോപികമാർ ജീവനാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ കൂടിച്ചേരാം? പല ഉപാധികളുണ്ട്, പലതിലൂടെയും പല മാർഗങ്ങളുമുണ്ട്. അപ്പോൾ നിരന്തരം ഈശ്വര സാക്ഷാത്കാരത്തിന് ജീവനുണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റുകയാണ്. അതിന് ഏറ്റവും നല്ല ഗോപികമാർ ഉപയോഗിക്കുന്നതായ ഉപാധി പ്രേമമെന്ന ഉപാധിയാണ്. വളരെ മഹത്തായിരിക്കുന്ന നിഷ്കളങ്കമായ, ശുദ്ധമായ, കലർപ്പില്ലാത്തതായ സ്നേഹം, പ്രേമം, ഭക്തി ഇവ ഒരു ഉപാധികളാക്കിക്കൊണ്ട് ഗോപികമാർ ആ ജീവ ഈശ്വര ഐക്യത്തിന് ശ്രമിക്കുന്നവരാണ്. അപ്പോൾ പ്രേമമെന്നാൽ ഈശ്വരനിലുള്ളതായ സ്നേഹമാണ്, സമർപ്പണമാണ്. അത് ലൗകിക പ്രേമമുണ്ട്, അത് സ്വാഭാവികമായിട്ടാണ്. പ്രേമം രണ്ട് രീതിയിൽ നമുക്ക് പറയാം, സ്വാഭാവികവും നിരുപാധികവും. ലൗകിക പ്രേമം സ്വാഭാവികമാണ്, ഉപാധിയോട് കൂടിയതാണ്. ഈശ്വര പ്രേമമാകട്ടെ നിരുപാധികമാണ്. എന്താണ് ഈ ലൗകിക പ്രേമം സ്വാഭാവികമെന്ന് പറയുന്നത്? ഉപാധിയോട് കൂടിയിട്ടാണ്. ഇപ്പം മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സ്നേഹിതർ, ഗുരുശിഷ്യന്മാർ, മക്കൾ, ഇവരെല്ലാം പരസ്പരം സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരു ഉപാധിയോട് കൂടിയിട്ടാണ്. ഒരു കടമ, ഒരു കർത്തവ്യം, അച്ഛനമ്മയോട്, അമ്മയും അച്ഛനും, അച്ഛനും മക്കളോട്, അമ്മയ്ക്കും മക്കളോട്, കൂട്ടുകാർ തമ്മിൽ. ഇതിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ ഗോപികമാർ ചോദിക്കുന്നുണ്ട് സ്നേഹത്തെപ്പറ്റി. അതിലൊന്നാണ്. അപ്പം സ്വാഭാവികമായിരിക്കുന്ന പ്രേമം അത് ഉപാധികളോട് കൂടിയിട്ടാണ്, അത് ലൗകികമാണ്. എന്നാൽ ഈശ്വരപ്രേമം അതിൽ യാതൊരു ഉപാധിയുമില്ല, അത് നിരുപാധികമാണ്. അപ്പോൾ പഞ്ചസാര അത് നമ്മൾ ചായയിലിട്ട് കഴിക്കുന്നു. പഞ്ചസാരയുടെ മധുരമുണ്ട്. അല്ലെങ്കിൽ ശർക്കര നമ്മൾ പായസത്തിൽ ചേർത്താൽ, ജിലേബി, ലഡു, ഏതെങ്കിലും ഒരു പലഹാരത്തോട് ചേർത്ത് കഴിക്കുന്നു, അതിന് മധുരമുണ്ട്. എന്നാൽ അതിനൊരു ഉപാധിയുണ്ട്. പക്ഷെ നമ്മൾ പഞ്ചസാര നേരിട്ട് കഴിക്കുന്നു, തേൻ നേരിട്ട് കഴിക്കുന്നു, ശർക്കര നേരിട്ട് കഴിക്കുന്നു. അപ്പോൾ അത് ഉപാധിരഹിതമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രേമത്തെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതായ ഭാവം എന്ന് പറയുന്നത് കാമുകി കാമുക ഭാവം. അതുകൊണ്ടാണ് ഇവിടെ ഗോപികമാരെ എല്ലാം കാമുകിമാരായിട്ടും അവരുടെ കാമുകനായിട്ട്, ആകർഷിക്കുന്നവനായിട്ട് സാക്ഷാൽ ഭഗവാനെയും ചിത്രീകരിച്ചുകൊണ്ട് ആ ജീവേശ്വര ഐക്യത്തെ വർണ്ണിച്ചിരിക്കുന്നു. ഇവിടെ ജീവന്മാർ അനേകമാണ്, ഈശ്വരനാകട്ടെ ഒന്ന് മാത്രമേ. എങ്ങനെയാണോ ആകാശത്തിൽ കാണുന്ന ഒരു ചന്ദ്രൻ അത് ഭൂമിയിലെ സകല ജലാശയത്തിലും വിഭിന്നങ്ങളായി പ്രകാശിക്കുന്നത് പോലെ ഒരേ ഒരു പരമചൈതന്യം താന് എല്ലാ ജീവന്മാരിലും ഇരിക്കുന്നത്. അത് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് എല്ലാ ഗോപികമാരിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രേമമെന്ന ഉപാധിരഹിതമായിരിക്കുന്ന ഭാവത്തിലൂടെ ജീവേശ്വര സ്വരൂപമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുന്ന
നിർവികൽപ്പ സമാധി അവസ്ഥയാണ് ഈ രാസക്രീഡയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആ ഭാവത്തിൽ തന്നെ നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ശരത്കാലത്തിലെ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നതായ ഒരു രാത്രിയിൽ മുല്ലയടക്കമുള്ളതായിരിക്കുന്ന പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന ഒരു രാത്രിയിൽ, മനോഹരമായിരിക്കുന്ന സൗരഭ്യം പൊഴിക്കുന്ന ഒരു രാത്രിയിൽ ഇതെല്ലാം കണ്ടിട്ട് രാസക്രീഡ നടത്തണമെന്ന് ആദ്യം തോന്നിയത് ഭഗവാനാണ്, ഗോപികമാർക്കല്ല. ശ്രദ്ധിക്കുക. ഭഗവാനപി താ രാത്രീഹി ശരദോദ്ഫുല്ല മല്ലികാഹ വീക്ഷ്യ രന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. യോഗമായയെ സ്വീകരിച്ചിട്ട് മനസ്സിനെ രമിക്കുവാനായി ഭഗവാൻ വിചാരം ചെയ്തു എന്ന്. അപ്പം ഭഗവാൻ നേരിട്ടല്ല ചെയ്തത്, യോഗമായയെ ആശ്രയിച്ചിട്ടാണ്. എന്താണ് മായ? മായയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് മായ പ്രകൃതി തന്നെയാണ്. മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. മായയാണ് പ്രകൃതി എന്ന് പറയുന്നത്, മൂലപ്രകൃതി, ത്രിഗുണങ്ങളോട് ചേർന്നിരിക്കുന്നത്. തുച്ഛ, അനുരചനീയ, വാസ്തവി എന്നൊക്കെ മായയുടെ നിർവചനങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ മായയെ ഉപാധിയായി സ്വീകരിച്ചു കൊണ്ടാണ് ഭഗവാൻ ഈ രാസക്രീഡ ചെയ്യുവാൻ. അപ്പോൾ രാസം എന്നുള്ളത് സത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്, ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലേക്ക് മറ്റുള്ളവർക്കും ആ സാമീപ്യം കൊടുക്കുന്നതിന് ഭഗവാൻ തന്നെ ഇച്ഛിക്കുകയാണ്. നമ്മളെ എത്രമാത്രം ആഗ്രഹിച്ചാലും ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല. ഏതെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം പാപകർമ്മങ്ങൾ നമുക്കുണ്ടെങ്കിലും അവയെല്ലാം ഒരു നിമിഷം നശിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവും. അതുകൊണ്ടാണ് വീക്ഷ്യ രന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. ഭഗവാനാണ് വിചാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊരു ഗോപികമാർക്ക് തൻ്റെ ആ സ്വരൂപത്തെ അനുഭവിക്കാനുള്ളതായ അവസരം കൊടുത്തേക്കാം എന്ന് ഭഗവാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നതായ ഭഗവാൻ, നേരത്തെ ഞാൻ പറഞ്ഞു, അത് ആകാശസ്വരൂപനായിരിക്കുന്ന ശബ്ദവിശേഷത്തിലൂടെ നാദബ്രഹ്മത്തെ ഉണർത്തുന്ന, അത് ശ്രോത്രേന്ദ്രിയത്തിലൂടെ ചെന്ന് മനസ്സിനെയും ഇന്ദ്രിയത്തെയും ബുദ്ധിയെയും ജീവനെയും പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഭഗവാന് ആ ഓടക്കുഴലെടുത്ത് അതിലൂടെ വായിക്കുകയാണ്. അത് കേട്ട ഗോപികമാരൊക്കെ പിന്നെ ഇരിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ആവർത്തിച്ച് വരും, ആ വിട്ടുകളഞ്ഞേക്കുക. ഗോപികമാർക്ക് പിന്നെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്താണ്? അവർ ജ്ഞാനവൈരാഗ്യാദികൾ ഉള്ളവരാണ്. ഭഗവാനാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഗോപികമാർക്കറിയാം. അത് പരാത്പരനായിരിക്കുന്ന ഭഗവാനാണെന്നും ശ്രീകൃഷ്ണ ഭഗവാനാണെന്നും അറിയാം. അവർക്ക് ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. ഗോപികമാർക്കിതുണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പം ഭക്തി, ജ്ഞാന, വൈരാഗ്യം ഉണ്ടാകാനാണ് ഭാഗവതത്തിലെ കഥകൾ പറയുന്നതെങ്കിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യം ഉണ്ടായവർക്കുള്ള അനുഭവമാണ് രാസക്രീഡയിൽ പറയുന്നത്. അതൊരു ഉയർന്ന നിലയാണ്. അപ്പം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നേടിയതായ ഗോപികമാർ, അവർക്ക് പിന്നെ ഈ ശരീര സംബന്ധമായിരിക്കുന്ന ഭ്രാന്തി മാത്രമേ ഉള്ളൂ. ആ ശരീരം ഉപാധിയാക്കിക്കൊണ്ട് അവരന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് ബോധ്യമായി, ഇനി അവർക്ക് ഭഗവാനോട് കൂടി ചേർന്നാൽ മാത്രം മതി, ആനന്ദിച്ചാൽ മാത്രം മതി, രമിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അവർ ഓടി വരികയാണ്.
അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഓടി വരുന്നത്, ഭഗവാനിൽ അനുരക്തരായി. ഭഗവാനപ്പോൾ 11 വയസ്സ് ആണ് പ്രായം പറയുന്നത്. അശുദ്ധമായിരിക്കുന്ന ആ സത്സ്വരൂപത്തെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ കാണുന്നതിന് വേണ്ടി ആ വിരഹതാപം കൊണ്ട് ഖിന്നമാനസകളായിരുന്നതായ ആ ഗോപികമാർ, ആ ജീവന്മാർ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ അവരവിടെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. എൻ്റെ മന്ദബുദ്ധി സംശയമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണ് വന്നത് വിളിച്ചപ്പോൾ, ഇല്ലേ? അപ്പോൾ ഭാഗവത്തിൽ പറഞ്ഞ് അവർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിൽ ഇതൊക്കെ ചെയ്യാറുണ്ടോ? പകൽ ഭഗവാൻ വിളിച്ചിരുന്നുവെങ്കിൽ അവർ കുളിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് വരാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് വരാം, അതുപോലെ തന്നെ ഗൃഹകാര്യങ്ങളിൽ നിന്ന് വരാം. പശുവിനെ കറക്കുന്നത് ഉപേക്ഷിച്ചിട്ട് പശുവിനെ രാത്രിയിൽ കറക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ രാത്രിയിൽ ഇവരിതെല്ലാം നിർത്തിയിട്ടെന്നാണ് വരുന്നത്. അപ്പം ഒരു യുക്തിയില്ലേ? എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് 3 ശരീരങ്ങൾ. ആ സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ വിവിധങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ നമ്മുടെ ബഹുവിധങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിൽ അതിൽ നിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ആവർത്തനം ചെയ്യുകയാണ്. കേവലം സ്ഥൂല ശരീരികളായിരിക്കുന്ന ജീവന്മാരാണ് ഗോപികമാർ എന്ന് വിചാരിക്കരുത്. അങ്ങനെ കേവല സ്ഥൂല ശരീര അഭിമാനികളായിട്ടാണ് അവരിയ്ക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ അവർ കേവലമായ സ്ഥൂല ശരീരത്തിൻ്റെ അവസ്ഥ വിട്ടിട്ട്, ആ ജാഗ്രത അവസ്ഥയെ വിട്ടിട്ട് സ്വപ്ന സദൃശമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു സ്വപ്നമാണെന്നുള്ള ഇത് മാത്രമേ അവർക്കുള്ളൂ. സ്വപ്ന സദൃശമായിട്ടാണ് ഈ പ്രപഞ്ചം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ കിട്ടുകയില്ല. വെറും കേവലം ബാഹ്യമായിരിക്കുന്ന ശരീരബോധവും തദനുസൃതമായിരിക്കുന്ന ഇന്ദ്രിയ വിഷയ അനുഭവങ്ങളുമായിട്ട് ലോകപ്രപഞ്ച വ്യവഹാരത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എങ്കിൽ അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഈ ജീവന്മാരെല്ലാം സൂക്ഷ്മശരീരികളായി സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. അവരിലുള്ളതായിരിക്കുന്ന വാസനകളും സംസ്കാരങ്ങളും മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. അത് രാത്രിയിലും ഉണ്ടാകും, അല്ലാത്തപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് രാത്രിയിൽ വിളിക്കുമ്പോഴും അവർ സ്നാനം, ഭോജനം, ശുശ്രൂഷണം, ഗൃഹകാര്യങ്ങൾ, ഗോദോഹനം, പശുവിനെ കറക്കൽ, വീട്ടുകാര്യങ്ങൾ, ഇവയെല്ലാം വിട്ടിട്ട് വന്നു എന്ന് പറയുന്നു. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ സ്വാമി ഈ രാത്രിയിൽ എന്താണ്? ശ്രോത്രത്തിലൂടെ ഇന്ദ്രിയങ്ങളിൽ ചെന്ന് അത് മനസ്സിൽ ചെന്ന് ബുദ്ധിയിൽ വ്യാപരിച്ചു. അപ്പം മനസ്സ് വ്യാപരിക്കുന്നത് അതിൻ്റെ സൂക്ഷ്മതലത്തിലാണ്, സ്ഥൂല തലത്തിലല്ല. അങ്ങനെ ചെന്നിട്ട് അവരാ കൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ അവർക്ക് തടസ്സമായിട്ട് വരുന്ന എന്തെല്ലാം ഉണ്ടോ അവരതിനെ ഉപേക്ഷിക്കുകയാണ്. ചിലർ കഥയിൽ പറയും, ചിലർ വസ്ത്രം അഴിഞ്ഞു പോയതറിയാതെ ഓടുന്നു, ചിലർ പശുവിനെ കറന്നത് നിർത്തിയിട്ട് ഓടുന്നു, ചിലർ കയ്യിലുള്ളതായിരിക്കുന്ന കുട്ടികളെ താഴെ ഇട്ടിട്ട് ഓടുന്നു. ആ സ്ഥൂലത്തിൽ അങ്ങനെ ചെയ്യുകയില്ല. ഒരു മാതാവും തൻ്റെ കയ്യിലിരിക്കുന്നതായ കുട്ടിയെ സ്ഥൂലത്തിൽ താഴെ ഇടുകയില്ല. മറിച്ച് അത് സൂക്ഷ്മത്തിലാണ്. അത് കുട്ടി, ഭർത്താവ്, വീട്, പശു, നാട്, ശരീരം എന്നുള്ളതായിരിക്കുന്ന അഭിമാനത്തെയാണ് അവർ വിടുന്നത്. ഇതെല്ലാം ശരീരസംബന്ധമാണ്. ഈ ശരീരസംബന്ധമായിട്ടുള്ള ഈ മക്കള്, ഭാര്യ, പശു, വീട്, കുടുംബം തുടങ്ങിയിട്ടുള്ളതായ എല്ലാ അഭിമാനത്തെയും അവർ വിട്ടുകൊണ്ട്, ശരീരാഭിമാനം കൊണ്ടാണ് വസ്ത്രം, അവയെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടിട്ട് അവർ പോവുകയാണ്. അപ്പോൾ പലരും തടയുന്നുണ്ട്.
ആ തടയുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വപ്നം കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നം മുറിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? സ്വപ്നത്തിലും ജാഗ്രത അവസ്ഥയുണ്ട്, സ്വപ്ന ജാഗ്രത. ജാഗ്രതയിലും സ്വപ്നമുണ്ട്, അതിന് ദിവാസ്വപ്നം എന്ന് പറയും. ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അതിനെ ചിലരൊക്കെ തടയുന്നുണ്ട്. ആ ചിന്തകളാണ്, സംസ്കാരമാണ് അതിനെ തടയുന്നത്. അങ്ങനെയുള്ളതായ ആ സംസ്കാരം ഇരുന്നാലും നമുക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഈശ്വരനാൽ വിളിക്കപ്പെട്ടാൽ ആ ഈശ്വര ഗമനം സ്വയമോ മറ്റുള്ളവരാലോ തടയാൻ സാധിക്കുകയില്ല. ഈശ്വരൻ നമ്മളെ വിളിച്ചു. അപ്പോൾ ഈശ്വരനാൽ വിളിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോകണ്ട എന്ന് വിചാരിച്ചാലും സാധിക്കുകയില്ല. മറ്റൊരാൾ പോകണ്ട എന്ന് നമ്മളെ നിഷേധിച്ചാലും നമുക്ക് പോകാതിരിക്കാൻ കഴിയും. കാരണം ഈശ്വരൻ്റെ വിളി നമുക്കും നമ്മളെ തടയുന്നവർക്കും ഉപരിയാണ്. മറിച്ച് സ്ഥൂലത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കും പോണോ പോകണ്ടയോ, മറ്റൊരാൾ തടഞ്ഞാൽ നമ്മൾ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കും. അപ്പോൾ സൂക്ഷ്മത്തിലാകുമ്പോൾ നമുക്ക് തടയാൻ പറ്റത്തില്ല. കാര്യം ഈശ്വരൻ സൂക്ഷ്മ ശരീരാന്തർവർത്തിയായിട്ടിരിക്കുന്നു. നമ്മളും ആ സൂക്ഷ്മാവസ്ഥയിൽ ഈശ്വരനുമായിട്ട് ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് അവരെല്ലാം അങ്ങനെ ഓടി ഭഗവാന്റെ അടുത്ത് ചെല്ലുകയാണ്. ഭഗവാനെ കണ്ടിട്ട് ആണ് ഈശ്വരനിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അങ്ങനെ എല്ലാവരും ഓടി ഈശ്വരൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഈശ്വരൻ വിളിച്ചു കഴിഞ്ഞാൽ ജീവന് പിന്നെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥങ്ങളും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ സാധിക്കുകയില്ല. എല്ലാം ഉപേക്ഷിച്ച് ജീവൻ ഈശ്വരനിലേക്ക് ചെല്ലും. ഇനി ഈശ്വരൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് ഉയരാനും സാധ്യമല്ല എന്നാണ്. അപ്പം ഈശ്വരൻ്റെ അടുത്തേക്ക് ഒരു ജീവന് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന എല്ലാം സ്വയമേവ തന്നെ വിട്ടുപോകും. വസ്ത്രമൊക്കെ ഉരിഞ്ഞു പോകുന്നു. പിന്നെ അത് വസ്ത്രം എന്ന് പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ സ്വരൂപമാണ്. വസ്ത്രം നമ്മുടെ ലഭ്യം. ഓരോരുത്തർക്കും ഓരോ ഭാവങ്ങൾ, വേഷങ്ങൾ പകരുന്നത് വസ്ത്രങ്ങളാണ്. അതറിയുന്നില്ല. അവരങ്ങനെ വിട്ടുപോവുകയാണ്. അങ്ങനെ വിട്ട് അവരവിടെയെല്ലാം ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ സകല ബന്ധങ്ങളെയും മുറിച്ചു മാറ്റി അവർ ഈശ്വരൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഈശ്വര സാമീപ്യം ഉള്ളവരായി തീർന്നു. ഇപ്പോൾ നമ്മൾ സ്ഥൂല ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് ചില കൃത്യനിഷ്ഠകളുണ്ട്. ഇന്ന സമയത്ത് ഇന്നൊക്കെ ചെയ്യുക. അത് ശരീരസംബന്ധമായിട്ടാണ് നമുക്ക് കൃത്യനിഷ്ഠ. പറയും രാവിലെ ബ്രാഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേരൻ, രാവിലെ എഴുന്നേൽക്കണം, ശൗച സ്നാനാദികളൊക്കെ കഴിക്കണം. അങ്ങനെ പല ശാസ്ത്രങ്ങളുണ്ട്. സ്നാനവിധി, ദന്തധാവന വിധി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ നിഷ്ഠകളൊക്കെ പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ഗുണങ്ങളെയും സ്വഭാവത്തെയൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം സാത്വികരായിരിക്കുന്ന ആചാര അനുഷ്ഠാന മര്യാദകളുള്ള ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉള്ളവർക്കാണ് ഇത് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കുകയേ വേണ്ട, അവർ പോട്ടെ. അപ്പോൾ അങ്ങനെ കൃത്യനിഷ്ഠ നമുക്കൊരു ഭാരമായിരിക്കും പലർക്കും. ഞാൻ 2 മണിക്ക് എഴുന്നേൽക്കും, ഇല്ലേ? നിങ്ങൾ എത്ര മണിക്ക് കേൾക്കും? ഞാൻ 2 മണിക്ക് എഴുന്നേൽക്കും, ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കും, ഞാൻ 3 നേരം കുളിക്കും, ഇത്ര സമയം കൊണ്ട് ഞാൻ ഇന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും പലപ്പോഴും ചോദിക്കും, സ്വാമി രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? നമ്മളിവിടെ ഉറക്കമില്ലാതിരിക്കും എന്നുള്ള ആർക്കും അറിയത്തില്ല. മിക്ക മനുഷ്യർക്കും ഉറക്കമില്ല. അതുകൊണ്ട് എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യം, കിടന്നിട്ടല്ലേ ഉറങ്ങുന്നത് എല്ലാവരും. അപ്പോൾ ഈ കൃത്യനിഷ്ഠ അത് ലൗകിക വ്യവഹാരത്തിലാണ്. ഭഗവാൻ വിളിച്ച് ചെല്ലുന്നയാളിന് സമയഭേദമൊന്നുമില്ല. കാര്യം എന്താ? ദേശം കാലം ഇവയാൽ വിഭജിക്കപ്പെടുന്നവനല്ല ഭഗവാൻ. അപ്പം ദേശം കാലം സമയമൊന്നും ഭഗവാൻ ഇല്ല. അതെല്ലാം ആപേക്ഷികങ്ങൾ മാത്രമാണ്. എപ്പോൾ ഭഗവാൻ വിളിച്ചോ അപ്പോൾ പോകും. അപ്പോൾ ഈ കൃത്യനിഷ്ഠ അത് ലംഘിക്കപ്പെടുകയാണ് ഭഗവാൻ. കൃത്യനിഷ്ഠ പോയാലും നമുക്ക് ധർമ്മനിഷ്ഠ അവശേഷിക്കും. നമ്മൾ ഭയങ്കര ധർമ്മനിഷ്ഠരാണ്. അപ്പോൾ ആ ധർമ്മനിഷ്ഠ അവശേഷിച്ചാലും അതും ഈശ്വര അനുഭവത്തിന് തടസ്സമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവർക്ക് ധർമ്മനിഷ്ഠ പോയോ എന്നറിയാൻ വേണ്ടി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾ ഈ രാത്രിയിൽ സ്ത്രീകളായ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക്
ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ധർമ്മമാണ്. ഈ പൂനിലാവ് കുളിച്ച് നിൽക്കുന്ന ഈ വൃന്ദാവനത്തിൽ, ഈ വൃന്ദാവനത്തിൻ്റെ ശോഭ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് ഈ രാത്രിയിൽ വന്ന് ശരിയായില്ല. നിങ്ങൾക്ക് മക്കളില്ലേ, ഭർത്താക്കന്മാരില്ലേ? ഇവിടെ അങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതെങ്കിലും ജീവനിൽ സ്ത്രീ പുരുഷ ഭേദമില്ല. ഇവിടെ ഗോപികമാരായിട്ട് കൽപ്പിച്ചിരിക്കുന്നെങ്കിലും ജീവനിൽ സ്ത്രീ പുരുഷ ഭേദമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോവുക. നിങ്ങളിനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ പോയി നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവിനെ, മക്കളെ, അമ്മൂമ്മയെ, ഇവരെയൊക്കെ ശുശ്രൂഷിക്കുക. അതാണ് പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്നത്. കുലസ്ത്രീകൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി ധർമ്മം തെറ്റിച്ച് ഇങ്ങനെ വരികയില്ല. അതുകൊണ്ട് അത് പിന്നെയും പറയണം, എന്താണ്, ഭർത്താവിനെ ശുശ്രൂഷിക്കുക, മക്കളെ ശുശ്രൂഷിക്കുക, ഇതിൽ കഴിഞ്ഞൊരു ധർമ്മം ഇല്ല. അതാണ് നിങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന ധർമ്മം. അതൊക്കെ നിങ്ങൾ വേഗം പോയി ആചരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവരെ തിരിച്ചയക്കാൻ തുടങ്ങി. എന്നോടുള്ള പ്രേമം കൊണ്ടാണ്, എന്നോടുള്ള ഭക്തി കൊണ്ടാണ് നിങ്ങളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ അത് നല്ലത് തന്നെ. ഏതായാലും നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ പറയാം. അപ്പോൾ ഈശ്വരപ്രേമത്താൽ ധർമ്മനിഷ്ഠയും വിട്ടുപോകുന്നു എന്ന് ഗോപികമാരിലൂടെ തെളിയിക്കുകയാണ്. അപ്പോൾ അവർക്ക് ധർമ്മനിഷ്ഠയും, അവർ പറയുന്നത് ഈ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ധർമാചരണത്തിലൂടെ എന്താണ് നേടേണ്ടത്? ഈശ്വരപ്രാപ്തിയാണ്. അത് ഞങ്ങൾക്ക് ഭഗവാനെ കണ്ടതുകൊണ്ട് സാധ്യമായി. ഇനി ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. ആരിലെത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണോ എല്ലാ ധർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത്, അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പരമാത്മാവിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഭഗവാനെ പ്രാപിച്ച് ഞങ്ങൾ ഇനി എവിടെയാണ് പോയാണ്? അങ്ങയെ വിട്ടുപോകുവാൻ ഞങ്ങളുടെ കാലുകൾ അനുവദിക്കുന്നില്ല. വീണ്ടും ആ സ്ഥൂല ശരീരത്തിലേക്ക് പോകുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇനി ഗൃഹത്തിൽ പോയാലും ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ഭർത്താവിനെയാണ്. ഭർത്താവിനെയും മക്കളെയും എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്? ഈശ്വരനെ പോലെയാണ്, ഭഗവാനെ പോലെ. അപ്പോൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത്, മക്കളെ ശുശ്രൂഷിക്കുന്നത്, കുടുംബം നോക്കുന്നത്, പശുവിനെ നോക്കുന്നത്, ആ ഗൃഹസ്ഥൻ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് മുഴുവനും ഭഗവത് ദർശനത്തിന് വേണ്ടിയിട്ടാണ്. ഗൃഹസ്ഥന് വിധിച്ചിരിക്കുന്നതായ ഷോഡശ സംസ്കാര ക്രിയകളും പഞ്ചമഹായജ്ഞങ്ങളും അവന് ശുദ്ധി വന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതിൽ കുടുങ്ങിക്കിടക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞു, ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ആരുടെ പേരിലാണോ മറ്റെല്ലാം ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതങ്ങ് മാത്രമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങ് ഞങ്ങളെ ഇനി ഉപേക്ഷിച്ചാൽ ഞങ്ങളുടെ ഗതി എന്താകും? ഞങ്ങൾക്ക് മറ്റ് യാതൊരു ഗതിയുമില്ല. പുത്രനും ഭർത്താവും ധർമ്മവും ഈ ലോകവും പരലോകവും അച്ഛനും അമ്മയും എല്ലാം അങ്ങ് തന്നെയാകുന്നു. അങ്ങ് ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊന്നുമില്ല. അല്ലയോ ഭഗവാനെ, കരുണാമയനായിരിക്കുന്ന അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പറയും. ഈശ്വരൻ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അധപ്പതിക്കും. അത് നമുക്കുണ്ടാകരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളിൽ മനസ്സിലെലിഞ്ഞ ശ്രീകൃഷ്ണ പരമാത്മാവ്, കരുണാമയനായിരിക്കുന്ന ഭഗവാൻ, ആ യമുനാതീരത്തുള്ള വിശാലമായിരിക്കുന്ന ഒരു മണൽത്തിട്ടയിൽ പോയി അവിടെ ഉത്തരീയ വസ്ത്രങ്ങളെ വിരിച്ചിട്ട് അവർക്ക് ദർശനം നൽകുകയാണ്. അവർക്ക് ദർശനം, സാന്നിധ്യം, സാമീപ്യം എന്നിവയെല്ലാം കൊടുത്തുകൊണ്ട് ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ചു. ഭഗവാന്റെ ദിവ്യവാണികൾ അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. അവർക്ക് ഭഗവാന്റെ സാന്നിധ്യമുണ്ടായി. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അങ്ങനെ ആ ജീവൻ്റെ നില അങ്ങോട്ട് ഉയരുകയാണ്. അപ്പോൾ ഭഗവാൻ അവരെ ഓരോരുത്തരെയും അടുത്തിരുത്തി അവരുമായിട്ട് സംസാരിച്ചു. വ്യക്തിപരമായിട്ട് അവർക്ക് ദർശനം കൊടുത്തു. അവരുടെ വാക്കുകളൊക്കെ കേട്ടു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അങ്ങനെ അവർക്ക് ആനന്ദമുണ്ടായി. അപ്പോൾ അപരിമിതമായിരിക്കുന്ന ആ ആനന്ദം,
ആ ഭഗവത് സാന്നിധ്യം അവരുടെ മനസ്സിൽ ലയിച്ചു. അവർ ഉയർന്ന ഒരു നിലയിലുണ്ടായി. ആ ഉയർന്ന നിലയെ പ്രാപിച്ചപ്പോൾ അവർക്ക് തോന്നി, കൃഷ്ണൻ എന്നിൽ സമ്പൂർണനായിട്ട് അനുരക്തനായിരിക്കുന്നു. അവിടെ ഒരു അഹങ്കാരം ഉണ്ടാവുക. അപ്പോൾ ഭക്തന്മാർക്കും അങ്ങനെ അഹങ്കാരമുണ്ട്. ഇപ്പോൾ സ്വാമിമാർക്കും അഹങ്കാരം ഉണ്ടാവും. ഇതൊക്കെ സ്വാമിമാരായി ഞങ്ങൾ പരമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിച്ച്, ഞങ്ങൾ ബ്രഹ്മം തന്നെയാണ്, വേറൊന്നുമില്ല. ഭക്തന്മാർക്കും അങ്ങനെ തോന്നും, ഞങ്ങൾ ഗുരുവായൂർ, എന്നും ഗുരുവായൂർ, ഏകാദശി, ചോറ്റാനിക്കര, മൂകാംബിക, ഇങ്ങനെ പോവുകയാണ്. അപ്പം ഭക്തനാണെന്നുള്ള അഹങ്കാരം. വിരക്തനായ സന്യാസിക്ക് വിരക്തനാണ്. ഈ ലോകമൊക്കെ എന്ത് ചുമ്മാ പറയും. അപ്പോൾ ഓരോരുത്തർക്കും അഹങ്കാരം ഉണ്ടാകുക. ഭക്തന് ഭക്തി കൊണ്ട് അഹങ്കാരം, സന്യാസിക്ക് വിരക്തി കൊണ്ട് അഹങ്കാരം. ഇങ്ങനെ അതോടൊപ്പം മാത്രമല്ല, നമുക്ക് തത്വങ്ങളെ അറിയാൻ സാധിച്ചു, ഈശ്വരനെ അറിയാൻ സാധിച്ചു. സിദ്ധിയുള്ളവർക്ക് സിദ്ധിയുടെ അഹങ്കാരം. ഇതും കേടാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അഹങ്കാരം അവർക്കുണ്ടായിരിക്കുന്നു. അവിടെയും ഭൗതികപരമായിട്ടല്ല, കടുത്ത അജ്ഞാനമല്ല, എങ്കിൽ തന്നെയും അതും പരമമായിരിക്കുന്ന ആനന്ദത്തിന് തടസ്സം വരുന്നതായ കാര്യമാണ്. അങ്ങനെ ഗോപികമാർക്കുണ്ടായതായ സൂക്ഷ്മമായിരിക്കുന്ന ഈ അഹങ്കാരം തടയണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ആ അഹങ്കാരമില്ലാത്തതായ ഒരു ജീവൻ ഒന്നേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ. ആ ഒരു ജീവനുമായിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ അന്തർധാനം ചെയ്യാൻ വന്നതും പോയതുമായിരിക്കുന്ന ഒരു സ്ഥാനം ഭഗവാനെ സംബന്ധിച്ചിട്ടില്ല. പക്ഷേ ആ അഹങ്കാരം മൂത്തതായിരിക്കുന്ന ഗോപികമാർക്ക് ഭഗവത് സ്വരൂപത്തെ ദൃഷ്ടിയിൽ അപ്രത്യക്ഷമായി, അഗോചരമായി. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഭഗവാൻ അന്തർധാനം ചെയ്തതോടുകൂടി ഗോപികമാരുടെ ആത്മാവിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നതായ ഭഗവാനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ആ സങ്കല്പത്തിന് വ്യതിയാനമാണ്. അവർ വിചാരിച്ച ഭഗവാൻ എൻ്റെ മാത്രമാണ്, ഞാൻ ഭഗവാനെ കണ്ടു, ബാക്കിയൊക്കെ അജ്ഞാനി. ആ ഭഗവാൻ അപ്രത്യക്ഷമായതോടുകൂടി പെട്ടെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ആ വിരഹതാപം ഉണ്ടായി. വിരഹദുഃഖം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ കൃഷ്ണനെ കാണാതെയും കൃഷ്ണനോട് കൂടിച്ചേരാതെയും ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാതിരുന്ന ഗോപികമാരുടെ അവസ്ഥ വളരെ ദയനീയമായി. അവർ ഭഗവാനെ കാണാതെ അവർ പരിഭ്രമിച്ചു. 4 പാടും തിരഞ്ഞ് അവർ ഓട്ടമായി. അങ്ങനെ ഭഗവാനെ ഒരിടത്തും കാണാനില്ല. അവർ മാറത്ത് അടിച്ച് അവർ നിലവിളിച്ചു, നിലത്ത് വീണു, നിലത്ത് വീണ് ഉരുണ്ടു. അസഹ്യമായ കൃഷ്ണ വിരഹത്താൽ പൊറുക്കാനാവാതെ അവർ ശരീരത്തെ മണ്ണിലിട്ട് ഉരുട്ടുകയും പീഡിപ്പിക്കുകയും പാറയിൽ വെച്ചടിക്കുകയും തല തല്ലി കരയുകയും ഭ്രാന്ത് പോലെ അവർ പ്രവർത്തിക്കാത്തത്. അപ്പോൾ ഈ ഈശ്വരനോടുള്ളതായിരിക്കുന്ന പ്രേമം ഭൗതിക ലോകത്തിൽ തന്നെ നിരാശാകാമുകന്മാർക്കും കാമുകിമാർക്കും ഉണ്ടാകുന്നതായ ഭ്രാന്ത് നമുക്കറിയാം. അങ്ങനെയാകുമ്പോൾ ഈശ്വരപ്രേമം വന്നവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നു. അങ്ങനെ ഉന്മാദാവസ്ഥയിൽ ഗോപികമാർ, ആ ജീവന്മാർ എത്തിച്ചേർന്ന് അവർ ഓരോന്ന് വിളിച്ചു പറയാനും ഈശ്വരനെ അന്വേഷിക്കാനും തുടങ്ങി. അങ്ങനെ അവർ നിലവിളിച്ച് എഴുന്നേറ്റ് ആ രാത്രിയിൽ വിജനമായ ആ സ്ഥാനത്തൂടെ അവർ കൃഷ്ണനെ അന്വേഷിക്കുകയാണ്. കൃഷ്ണനെ കണ്ടവരുണ്ടോ? ഒരുപാട് പാട്ടുകൾ, ധാരാളം കവികൾ തൊട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ഭജനക്കാർ വരെ ആ കൃഷ്ണനെ അന്വേഷിക്കുന്ന പാട്ടുകൾ പാടിയിട്ടുണ്ട്, മനോഹരമായിട്ട്. കണ്ടവരുണ്ടോ എൻ്റെ കണ്ണന്, കണ്ണാ നീ എവിടെയാണ്, എത്രയെത്ര പാട്ടുകൾ. ഇത്രയ്ക്ക് മനോഹരമായിരിക്കുന്ന ഹൃദയസ്പർശിയായിരിക്കുന്ന ഭാവഗാനങ്ങൾ ഒരു പുരാണത്തിലും ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കൃഷ്ണഭഗവാനെ കാണുന്നതിന് വേണ്ടി അതെല്ലാം ഭാവാത്മകമാണ്, ഹൃദയം തുറന്നിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സ് അലിയുന്നതാണ്. അതാണ് അതിൻ്റെ ആ പ്രധാന ഭാവം തന്നെ. അപ്പം മനുഷ്യരോടെല്ലാം അന്വേഷിക്കുകയാണ്.
ആരും കണ്ടവരില്ല. വൃക്ഷങ്ങളോട് അന്വേഷിക്കുകയാണ്, വള്ളിച്ചെടികളോട്, ലതകളോട്, പക്ഷിമൃഗാദികളോട്, മുല്ല, പിച്ചകം, തുളസി, ചെത്തി ഇവയൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ കണ്ടോ? മരങ്ങളോട് ചോദിക്കുകയാണ്, പേരാൽ, അരയാൽ, കൂവളം ഓരോന്നിനെ കണ്ടിട്ട് പറയുവാണ്, നീയുമായിട്ട് ഇന്ന സമ്പർക്കമുണ്ടായല്ലോ, ഭഗവാനെ കണ്ടോ? ആരും ഭഗവാനെ കണ്ടിട്ടില്ല. പാട്ടുപാടുന്ന കുയിലിനോട് ചോദിക്കുകയാണ്, മുളങ്കാടിനോട് ചോദിക്കുകയാണ്. ഇനി ഭഗവാന്റെ നിറം ആകാശത്തോട് ചോദിക്കുകയാണ്, മേഘത്തോട് ചോദിക്കുകയാണ്. എന്താണ് ഈ ചോദ്യങ്ങൾ? എന്താണ്? ഭഗവാനെ സ്ഥൂല പദാർത്ഥങ്ങളിൽ അന്വേഷിക്കുകയാണ്. അഹങ്കാരം വന്നപ്പോൾ ഗോപികമാർ താന്നുപോയി. ആ താന്നുപോയ നിമിഷത്തിൽ അവർ വീണ്ടും ഭഗവാനെ അന്വേഷിക്കുകയാണ്. ആദ്യം സ്ഥൂല പദാർത്ഥങ്ങളോടാണ്. അണ്ടജം, ഉദ്ഭിജം, സ്വേദജം, ജരായുജം എന്നിങ്ങനെ ജീവന്മാർ 4 അതിൽ ഓരോന്നിനോടും അന്വേഷിക്കുകയാണ്. അണ്ടജങ്ങളോട് അന്വേഷിച്ചു, മുട്ട വിരിഞ്ഞുണ്ടാകുന്നവ. ജരായുജങ്ങളോട് അന്വേഷിച്ചു, ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നവ. ഉദ്ഭിജങ്ങളോട് അന്വേഷിക്കുകയാണ്, ഭൂമി പിളർന്നു വരുന്നവ. അങ്ങനെ ഓരോന്നിനോടും അന്വേഷിച്ച് അതിൻ്റെ സ്ഥൂലത്തിൽ നിന്ന് വീണ്ടും അവർ സൂക്ഷ്മത്തിലേക്ക് പോവുക. ആ സ്ഥൂലത്തിൽ പോയി അവർ വീണ്ടും സൂക്ഷ്മത്തിലേക്ക് വരുവാണ്. മേഘങ്ങളോട് ചോദിച്ചു, ആകാശത്തോട് ചോദിച്ചു. കണ്ടോ? തിരിച്ച് അവർ വീണ്ടും സൂക്ഷ്മത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈ സ്ഥാവരങ്ങളോടും തിരിയക്കളോടും ഒക്കെ അവർ ചോദിച്ച് അവർക്ക് നിരാശ വന്നു, അവർക്ക് ദുഃഖമായി. ഇനി കൃഷ്ണനില്ലാതെ ജീവിക്കാൻ വയ്യ, കൃഷ്ണനില്ലാതെ ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി കൃഷ്ണനില്ലെങ്കിൽ അവർ മരിക്കും എന്നുള്ളതായ അവസ്ഥ വന്നു. നിരാശരായി. ഇനി ജീവിതത്തെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്ന് പോലും അവർക്കറിയാൻ പാടില്ലാത്തതായ അവസ്ഥ. അപ്പം ജീവൻ, ഭക്തൻ, ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ അവസ്ഥ നോക്കൂ. ലോകേശ്വരിയായിരിക്കുന്ന കാളി ഭഗവതിയെ അവിടുന്ന് ദർശിച്ചു. ആ ദർശനത്തിന് ശേഷം പിന്നീട് അമ്മ അപ്രത്യക്ഷമാവുമ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ഓടും. അമ്മ പോവുകയാണോ? അല്ലേ? ദക്ഷിണേശ്വരത്ത് ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നതായ ഗദാധരൻ തപസ്സിലൂടെ കാളീദേവിയെ പ്രത്യക്ഷപ്പെടുത്തിക്കഴിഞ്ഞ് അമ്മയുടെ ആ സാമീപ്യം ഇല്ലാതെ വരുമ്പോൾ അദ്ദേഹം ഭ്രാന്തനെ പോലെ നിലവിളിച്ചു കൊണ്ട് പോവുക. തൊഴാൻ വരുന്നവർ പറയുന്ന ഇയാൾക്ക് ഭ്രാന്താണ്. അപ്പോൾ ആ ഉന്മാദാവസ്ഥയിൽ നമ്മളെത്തി. ഭഗവാന്റെ സാമീപ്യമില്ലെങ്കിൽ ജീവിതം ധന്യമായി, ഇനി മരിക്കുന്നതാണ് ഭേദം എന്നാണ്. അങ്ങനെ കൃഷ്ണനെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ എന്ന് തോന്നിയപ്പോൾ അവർ കൃഷ്ണനെ സ്വയം ഉള്ളിൽ നിന്നുണ്ടാക്കുക. അല്ല, കൃഷ്ണൻ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. തൻ്റെ തന്നെ ഉള്ളിലുള്ളതായിരിക്കുന്ന കൃഷ്ണൻ്റെ ഭാവത്തെ അവർ ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. കൃഷ്ണഭാവാഭിനയമാണ്. ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കുന്ന കൃഷ്ണനെ അവരുടെ ഉള്ളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അവർ പുറത്തേക്ക് എടുക്കുകയാണ്. കൃഷ്ണൻ പറയുന്നതായ വാക്കുകൾ പറയുന്നു, അതുപോലെ ഓടക്കുഴൽ ഊതുന്നു. മുമ്പ് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ ആവർത്തിക്കുന്നു, അതുപോലെ നൃത്തമാടുന്നു. ഇനി മറ്റു ചിലരാകട്ടെ 2 പേര് ചേർന്ന്, ഒരാൾ കൃഷ്ണനായിട്ടും ഒരാൾ പൂതനയായിട്ടും, ഇങ്ങനെ ഓരോ ഭാഗങ്ങളും അവർ പലര് ചേർന്ന് അവിടെ അഭിനയിക്കുക. കാളിയമർദ്ദനം, പൂതനാമോക്ഷം എല്ലാം അവരവിടെ അഭിനയിക്കുക. ചിലരിതില്ലാതെ തൃപ്തി പോരാഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ പൂതനയായും കൃഷ്ണനായും എല്ലാം ഭാവാഭിനയങ്ങൾ. തന്നിൽ തന്നെ ഭഗവാനെ അവർ കണ്ടെത്തുകയാണ്. അങ്ങനെ കൃഷ്ണചരിത ഭാവത്തെ അവർ പകർന്നാടുകയാണ്. ഒരാൾ കൃഷ്ണനായിട്ട്, ഒരാൾ പൂതനയായിട്ട്, മറ്റൊരാൾ ശകടാസുരനായിട്ട്. അങ്ങനെ വിശ്വരൂപദർശനം, ഉലൂഖലമന്ദനം, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധരം, അങ്ങനെ ഭഗവാന്റെ സകല ബാലലീലകളും അവർ ആവേശത്തോടുകൂടി അഭിനയിക്കുന്നു.
ഭക്തന്മാർക്കും ഈ അവസ്ഥയുണ്ടാകും. വളരെ ഉയർന്ന ഒരു നിലയാണ്. നാട്ടുകാർ കണ്ടാൽ പിടിച്ച് ഭ്രാന്താശുപത്രി കൊണ്ടുപോയിരിക്കും. പക്ഷെ ഭക്തൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കുവാൻ ലൗകിക വ്യവഹാരത്തിലുള്ളതായിരിക്കുന്ന സാമാന്യ ബുദ്ധിക്ക് കഴിയുകയില്ല. അങ്ങനെ അവർ ഓരോരോ ഭാഗങ്ങൾ അഭിനയിക്കുകയാണ്. ഇത് സാരൂപ്യമുക്തിക്ക് ഉപകരിക്കുന്ന ഒരു സാധനയാണെന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ കൃഷ്ണനായിട്ട് ഭാവിച്ച്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടദേവനായിട്ട് ദേവതയായിട്ട് ഭാവിച്ച് ആ വാക്കുകളൊക്കെ നമ്മൾ ഉച്ചരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും സമാനമായ രീതിയിലൊക്കെ ഭാവിക്കുകയും ചെയ്യുന്നത് സാരൂപ്യമുക്തിക്ക് ഉപകരിക്കുന്നതായ ഒരു സാധനയാണ്. ഞാൻ ബ്രഹ്മമാണ്, സോഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ പരമാത്മാവാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നാം ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്, വിഷയങ്ങളെ അനുഭവിക്കുന്നതായ ജീവനാണ്. ആ ജീവശരീര സംബന്ധമായിട്ട് നമ്മൾ അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, അമ്മയാണ്, അമ്മായി അമ്മയാണ്, കുട്ടിയാണ്. ലോകവ്യവഹാരത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥരാണ്, ജോലിക്കാരാണ് എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ഞാൻ കൃഷ്ണനാണ്, ദേവിയാണ് എന്ന ഭാവന, ആ ഭാവന നമ്മളെ ഉയർത്തി നമുക്ക് സാരൂപ്യമുക്തി നമുക്ക് തരും. അങ്ങനെ യാതൊരു ഉപകരണങ്ങളുടെയും അപേക്ഷ കൂടാതെ നിരുപാധികമായിട്ട് അവർ സ്വയം കൃഷ്ണനിൽ അവർ പ്രേമത്തെ വളർത്തുകയാണ്. അങ്ങനെ വളർത്തി ആ കൃഷ്ണനാണെന്നുള്ളതായിരിക്കുന്ന അവരുടെ ഭാവന അവരെ ഉയർത്തുകയാണ്. അങ്ങനെ വിരഹത്തോടെ അവർ പാടുകയും അഭിനയിക്കുകയും ചെയ്ത് ഭഗവത് പ്രേമം അവരിൽ വർദ്ധിച്ച് ആ വിരഹഭാവം അവർക്ക് മൂർധന്യാവസ്ഥയിലെത്തി. ഇനി ഭഗവാനെ മുമ്പിൽ കണ്ടാൽ മാത്രമേ സമാധാനമാകൂ എന്നുള്ള നില അവർക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാവരും ഒരിടത്തു കൂടി വളരെ ദയനീയമായിട്ട് ആ വിലപിച്ചുകൊണ്ട് വിരഹത്തോടെ കൃഷ്ണ ഭഗവാനെ വിളിച്ച് പാടാൻ തുടങ്ങി. വളരെ സൗന്ദര്യം തുളുമ്പുന്ന, ഗൗരവവും എന്നാൽ ലാളിത്യം നിറഞ്ഞതുമൊക്കെയായ, അഭക്തനെ പോലും ഭക്തനാക്കുന്ന ഹൃദയസ്പർശിയായിരിക്കുന്ന, ഹൃദയദ്രവീകരണ ശേഷിയുള്ളതായിരിക്കുന്ന 19 ശ്ലോകങ്ങളാണ് ഗോപികാഗീതമെന്ന് പ്രസിദ്ധമായിട്ട് നമ്മൾ അറിയപ്പെടുന്നു. വിരഹത്തോടുകൂടി ഭഗവാനെ വിളിച്ചുകൊണ്ട് അവർ പാടുന്നതാണ് ഗോപികാഗീതം. നമുക്കൊക്കെ അറിയാം, വെറും 19 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ശ്ലോകങ്ങളുടെ ആഴവും പരപ്പും അത് മനസ്സിനെ എത്രമാത്രം ആർദ്രമാക്കുമെന്നും അത് നമ്മൾ കണ്ടു തന്നെ അറിയാം. ജയതിദേദികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷുതാവക സ്ത്വൈധൃതാസ്തവ ത്വാം വിജന്വദേ എന്നിങ്ങനെ തുടങ്ങുന്ന മനോഹരമായ, കുട്ടികളൊക്കെ കലാമത്സരത്തിനൊക്കെ ഇങ്ങനെ സംസ്കൃത ശ്ലോകത്തിലൊക്കെ ചൊല്ലാം. അല്ലയോ പ്രിയതമാ ഭഗവാനെ, അങ്ങയുടെ ജന്മം കൊണ്ട് തന്നെ ഈ ഗോകുലം സമ്പുഷ്ടമായി തീർന്നിരിക്കും. ഈ ലോകം തന്നെ ശ്രേഷ്ഠമായി. പിന്നെ ഗോകുലത്തിൻ്റെ കാര്യം പറയും. മഹാലക്ഷ്മി ഇപ്പം ഗോകുലത്തിലാണ്. ഭഗവാൻ ഇവിടെ ആയതുകൊണ്ട് മഹാലക്ഷ്മി ഇവിടെ. അതുകൊണ്ട് എല്ലാവിധമായ ഐശ്വര്യങ്ങളും വേറൊരിടത്തും തേടിപ്പോണ്ട. ഗോകുലത്തിലില്ലാത്ത യാതൊരു ഐശ്വര്യവുമില്ല. ദേവി ഇവിടെ വസിക്കുക. പക്ഷേ അവിടുത്തെ ദാസിമാരായ ഞങ്ങളോ അങ്ങയെ കാണാതെ കഷ്ടപ്പെട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തപസ്സോ വ്രതങ്ങളോ യാഗങ്ങളോ ഹോമങ്ങളോ ഒക്കെ അതൊക്കെ എത്രയോ ചെയ്തവരുണ്ട്. പക്ഷെ അവരൊക്കെ ഭഗവാനെ സാക്ഷാത്കരിക്കണമെന്നില്ല. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി അങ്ങയെ മാത്രം ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. യജ്ഞദാന കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്ക് സകല ഐശ്വര്യങ്ങളും കിട്ടി. പക്ഷെ ഞങ്ങളിതൊന്നും അനുഷ്ഠിച്ചില്ല. ഞങ്ങൾ ഭഗവാനെ മാത്രമാണ് ആഗ്രഹിച്ചത്. പക്ഷേ അങ്ങ് കാരുണ്യം,
ഇല്ലാതെ ഞങ്ങളെ വിട്ടുകളഞ്ഞു. അങ്ങ് എവിടെ പോയിരിക്കുകയാണ്? അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങൾക്ക് പൂർണ്ണമായ ദർശനം തന്നില്ലല്ലോ. അങ്ങയെ കണ്ടിട്ട് ഞങ്ങൾക്ക് മതി വന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ദർശനം തരണമേ എന്ന് ഗോപികമാർ പാടുകയാണ്. അങ്ങനെ ഓരോരോ ഈ 19 ശ്ലോകങ്ങളിലൂടെ അവർ ഭഗവാന്റെ ഓരോരോ പഴയ കഥകളും സ്ഥൂലമായിട്ട് എടുത്തു പറയുകയും ആ കഥകളിലൂടെ അവർക്ക് കിട്ടിയതായ ആ അനുഭവങ്ങളിലൂടെ അവർക്ക് കിട്ടിയതായിരിക്കുന്ന ആ രസാനുഭൂതിയെ അതവർ ആവിഷ്കരിക്കുകയും അത് അങ്ങയുടെ അഭാവത്താൽ അത് താൽക്കാലികമായിരിക്കുന്നു, പൂർണ്ണമായും നിത്യമായിരിക്കുന്ന രസാനുഭൂതി ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് ലൗകികമായിട്ട് അവർ പറയുകയാണ്. അതോടൊപ്പം തന്നെ ജീവൻ്റെ സൂക്ഷ്മതലങ്ങളിൽ ജീവപരമാത്മ ഏകത്വത്തിന് ആ അനുഭവത്തിലുണ്ടാകുന്ന ആത്മ അനുഭവത്തിന്, നിത്യാനന്ദത്തിന് തടസ്സമാകാവുന്ന ഘടകങ്ങളെയും ഇതിലൂടെ എടുത്തെടുത്ത് പറയുകയാണ്. അങ്ങനെ പ്രത്യക്ഷത്തിലും സൂക്ഷ്മവുമായിട്ടും 2 അർത്ഥതലങ്ങൾ ഇതിലെ എല്ലാ ശ്ലോകങ്ങൾക്കും ഉണ്ട്. അങ്ങനെ ഭഗവാൻ വീണ്ടും അവർ പറയുകയാണ്, ഈ ശരീരം ജഡമാണ്. ആ ഇന്ദ്രിയം മനോബുദ്ധികളാകുന്ന അന്ധകരണങ്ങളോട് ചേർന്നിരിക്കുന്നതായ ഈ ശരീരം അത് ചേതനയാർന്നിരിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഭഗവാൻ അന്തർവർത്തിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം ജീവസുറ്റതായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇവയൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്നത് ആ ഭഗവത് സാന്നിധ്യം കൊണ്ടാണ്. അവയ്ക്കെല്ലാം ഉണ്മയുണ്ടായിരിക്കുന്നത്, സത്തുണ്ടായിരിക്കുന്നത് ഈശ്വര സാന്നിധ്യം കൊണ്ടാണ്. ഈശ്വരനില്ല എങ്കിൽ അവയെല്ലാം നിശ്ചലമായിപ്പോയി. കണ്ണ് വെറും ഗോളം മാത്രമാണ്, കൈകൾ വെറും അവയവങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഈശ്വര സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് അവയെല്ലാം വെറും ജഡം മാത്രമായി. ഈ ജഡാവസ്ഥ പാടില്ല. അതുകൊണ്ടല്ലയോ ഭഗവാനെ വന്ന് വീണ്ടും മംഗളസ്വരൂപിയായ അങ്ങ് വന്നിട്ട് ഇതിനെ വീണ്ടും പൂർണ്ണമാക്കിയായിരിക്കും. ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നതായ ആ രസത്തിന് ഒരു വിഘ്നം വരാതെ അതിനെ തുടർന്നാലും എന്ന് പറയാം. അപ്പോൾ കൃഷ്ണനെ അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ സാധന ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങൾ ബലവത്തായിട്ടിരിക്കുമ്പോഴാണ്. നമ്മളങ്ങനെയല്ല. ജന്മനാ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കായിരിക്കുന്നു, ഇല്ലേ? കണ്ണ് പുറത്തേക്കാണ്, പുറത്തെ കാഴ്ചകളാണ് കാണുന്നത്. ചെവി പുറത്തേക്കാണ്, പുറത്തുള്ളതാണ് കേൾക്കുന്നത്. ത്വക്കുകൊണ്ടറിയുന്നതും പുറത്തേക്കാണ്, നാക്കുകൊണ്ടറിയുന്നതും പുറത്തേക്കാണ്. അപ്പം ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന ബാഹ്യ വിഷയങ്ങളെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ആകുന്നതായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നത് ബാഹ്യമാണ്. അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. കഠോപനിഷത്തിൽ അഞ്ചാമത്തെ വലിയിൽ ഒരു ശ്ലോകമുണ്ട്. പരാഞ്ചി ഖ്യാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിന് അന്തരാത്മൻ. ഓരോ ജീവനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വെച്ചുകൊണ്ടാണ്. പരാങ് പശ്യതി, അതുകൊണ്ട് പുറത്തുള്ളതിനെ കാണുന്നു. അന്തരാത്മൻ, ഉള്ളിലുള്ളതിനെ കാണുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ ക്ഷമത നശിക്കും. ഇന്ദ്രിയ ക്ഷമത നശിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഇന്ദ്രിയങ്ങളെ ഉപാധിയാക്കിക്കൊണ്ട് ഭഗവാനെ അന്വേഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലരും വിചാരിക്കുന്ന ഭക്തിയും ഈശ്വര സാധനയൊക്കെ റിട്ടയർഡൊക്കെ ആയി കണ്ണും മൂക്കും നാക്കും ചെവിയൊന്നും കേൾക്കാതെ, മറ്റേ കഠോപനിഷത്തിൽ പറയുന്ന പോലെ പീതോദക ജക്തതൃണ ദുക്തദോഹ നിരീന്ദ്രിയ എന്നൊക്കെ പറയുന്ന പോലുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈശ്വരകാര്യമൊക്കെ ഈശ്വര സാധനയൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. യുവാക്കളായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുമോ, ഭാഗവതം കേൾക്കുക. ഭാഗവത സ്ഥലത്ത് എവിടെ ചെന്നാലും 60, 70 വയസ്സ് കഴിഞ്ഞവർ. കുട്ടികളോ യുവാക്കളോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും നല്ല ചെറുപ്പക്കാരനായിരുന്നു,
ഈയിടെയായിട്ട് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ അമ്പലത്തിൽ പോകുന്നു, ഭാഗവതം വായിക്കുന്നു, കുറി തൊടുന്നു, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ബലവത്തായിരിക്കുമ്പോൾ വേണം നമുക്ക് ഭഗവാനെ കാണുവാൻ. അതുകൊണ്ട് ഭഗവാനെ നിത്യം ബാലനായിട്ട് 11-ാമത്തെ വയസ്സിലാണ് രാസലീല, ആ രസാനുഭൂതി ഉണ്ടാകുന്നത്. അപ്പം കൃഷ്ണനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ഭഗവാനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചെവിക്കും മൂക്കിനും ത്വക്കിനും നാവിനും മനസ്സിനും ബുദ്ധിക്കും ജീവിതത്തിന് തന്നെയും യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഭഗവാനെ ഇനിയെങ്കിലും അങ്ങ് ഈ ജഡങ്ങൾക്കൊക്കെ ജീവൻ പകർന്നുകൊണ്ട് ഞങ്ങൾക്ക് ദർശനം നൽകിയാലും എന്ന് പറയുക. അപ്പോൾ ഈ ഞങ്ങൾ നിഷ്കാമദാസികളാണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്നതായ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കർമ്മങ്ങൾക്കും ഞങ്ങൾ ഫലം ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങൾ നിഷ്കാമദാസികളായിരുന്നു. കാമനകളില്ലാതെയാണ് അവിടുത്തെ ദാസികളായിട്ട് ഞങ്ങൾ സകല കർമ്മങ്ങളും ചെയ്തത്. അപ്പോൾ വിരഹമായിരിക്കുന്ന തീഷ്ണവേദന കൊണ്ട് ഞങ്ങൾ പുളയുകയാണ്. അപ്പം ഞങ്ങൾ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാകഷ്ടമാണ്, അല്ലയോ ഭഗവാനെ അങ്ങ് വന്നാലും എന്ന് പറയാം. അപ്പോൾ ഏകനും അദ്വിതീയനുമായി ജ്ഞാനസ്വരൂപേണ ഞങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ, നിഷ്കാമമായിട്ട് ഞങ്ങൾ സാധനകൾ അനുഷ്ഠിച്ചിട്ടും ഞങ്ങൾക്ക് ഈ നാനാത്വ ഭ്രാന്തി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ നാനാത്വ ഭ്രാന്തിയെ നീക്കി അദ്വിതീയമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവന്മാരായ ഞങ്ങളെ അല്ലയോ ഭഗവാനെ ഈ പ്രപഞ്ചഭ്രാന്തിയിൽ നിന്ന് അകറ്റണമേ. അപ്പോൾ ഭഗവാൻ ഇല്ലാത്തപ്പോൾ അവർ ഭഗവാനെ അന്വേഷിച്ച് ഇതിലൊക്കെയാണ്. ഭഗവാൻ അതിലൊക്കെ ഉണ്ട്, എങ്കിലും അവർ അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിഷ്കാമമായിരിക്കുന്ന കർമ്മം അനുഷ്ഠിച്ചാലും നാനാത്വഭ്രാന്തി നമുക്കുണ്ടെങ്കിൽ അജ്ഞാനം മാറുകയില്ല. അപ്പം നാനാത്വത്തിന് ആസ്പദമായിരിക്കുന്ന അജ്ഞാനം അത് നമുക്ക് മാറുക തന്നെ വേണം. ആ അജ്ഞാനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി പിന്നെ ഭഗവാന്റെ ഓരോ കഥകളെടുത്ത് പറഞ്ഞിട്ട് അതിനെപ്പറ്റി സ്തുതിക്കുക. എന്താണ്? കാളിന്തിയിലെ വിഷജലം അങ്ങ് കുടിച്ച് ഞങ്ങളെ രക്ഷിച്ചു, ഗോകുലത്തെ അങ്ങ് രക്ഷിച്ചു, വലിയ വലിയ ആപത്തുകളിൽ നിന്ന് അങ്ങ് ജപിച്ചു, ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ കാരുണ്യവാനാണ് ഭഗവാൻ. ആര് വിളിച്ചു കഴിഞ്ഞാലും അവിടെ ഓടിച്ചെല്ലുന്ന കരുണാമയനായിരിക്കുന്ന ഭഗവാന് ഇപ്പം ഞങ്ങളെ വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങളെ ലോകവ്യവഹാരമായിരിക്കുന്ന പല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ അത്യന്തം ആഗ്രഹിക്കുന്നതായ, അല്ലെങ്കിൽ നശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതായ അജ്ഞാനനാശം, അത് നശിപ്പിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ആപത്ത് ഞങ്ങളിൽ നിന്ന് പോകുന്നത്. കാരുണ്യം കൊണ്ട് ഞങ്ങളെ ലോകവ്യവഹാരത്തിൽ നിന്ന് രക്ഷിച്ചു. അതേ കാരുണ്യം ഈ മൂല അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ അങ്ങ് പ്രവർത്തിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നിമിഷവും താമസിക്കാതെ അങ്ങ് ഞങ്ങൾക്ക് ദർശനം തരണമെന്നാണ്. പിന്നെ ജീവൻ്റെ ഗർഭാധാനം മുതലുള്ള ഓരോരോ ക്ലേശങ്ങളെയും ഗോപികമാരെ എണ്ണി എണ്ണി പറയുക. എന്നിട്ട് അവിടെയൊക്കെ എങ്ങനെയാണോ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവനായിട്ട് നമ്മൾ തുടിച്ചത്, അപ്പോൾ മുതൽ ആ ജീവന് നാശം സംഭവിക്കാം. പക്ഷെ ആ നാശങ്ങളൊന്നും സംഭവിക്കാതെ കാത്തുരക്ഷിച്ചത് ഭഗവാനാണ്. ഒട്ടേറെ ക്ലേശങ്ങൾ ജനനം മുതൽ നമുക്കുണ്ടാകുന്നുണ്ട്. ബാലാരിഷ്ടകൾ, രോഗങ്ങൾ, ആപത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ. ഇതിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുന്നത് കരുണാമയനായ ഭഗവാനാണ്. അങ്ങനെ ഈശ്വരൻ എല്ലാത്തിൻ്റെയും രക്ഷകനാണ്, അങ്ങ് രക്ഷകനാണ്. അങ്ങനെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ എല്ലാത്തിനെയും രക്ഷിക്കുന്നു. അതൊരു ജീവിതത്തിൽ. ഇങ്ങനെ അനേക ജീവിതങ്ങൾ നമുക്കുണ്ട്. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി. ഭഗവാൻ അതെല്ലാം അറിയാം. അനേക ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മുടെ വാസനയും സംസ്കാരവും കൊണ്ട്
ശരീരമെടുത്ത് പോന്നിട്ടുള്ളവരാണ് നമുക്ക്. അത് ഏതൊക്കെയെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഭഗവാൻ അതറിയാം. അവിടെയൊക്കെ നമ്മളെ രക്ഷിച്ചിട്ടുള്ള ഭഗവാനെ ഈ ജന്മത്തിൽ എനിക്ക് പരമമായിരിക്കുന്ന ഗതിയുണ്ടാകണം. ഇനി വീണ്ടും ജനനമരണ സ്വരൂപമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, അതിനാണ് സംസാരമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഈ അവസ്ഥാവിശേഷത്തിനെയാണ് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേ ശയനം. ഇതിനാണ് സംസാരമെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. വീണ്ടും ഭഗവാനെ അറിയാതെ വന്നാൽ വീണ്ടും ഞങ്ങൾ മൂഷ്യശ്രീ ആയതുപോലെ ആയിപ്പോ. അത് പാടി. എന്നിട്ട് അവർ പാടുകയാണ്, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഘനസ്വാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേഹിവാൻ സ്വാത്വതാംഗുലേ. അല്ലയോ ഭഗവാനെ, കൃഷ്ണൻ പരമാത്മാവാണ്, അന്തരാത്മാവാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഗോപിക എന്നുള്ള സങ്കല്പത്തിൽ ഗോപിക അഭിമാനികളായിട്ടിരിക്കുകയാണ് എങ്കിൽ, ഭഗവാൻ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ആ അഭിമാനമില്ല. ഞങ്ങൾക്കുണ്ടായ അഭിമാന നിമിത്തമാണ് അങ്ങ് അപ്രത്യക്ഷനായെങ്കിൽ അത് സത്യമാണ്. ഗോപികമാർക്ക് ഞങ്ങൾ ഭഗവാനെ ദർശിച്ചു എന്നുള്ള അഹങ്കാരം കൊണ്ടാണ്, അഹങ്കാര ശമനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് എങ്കിൽ പുറത്തേക്കല്ല. അന്തർധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അകത്തേക്കെന്നാണ്. പക്ഷെ ഇവർ പുറത്തേക്കാണ് അന്വേഷിക്കുന്നത്. അതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഗോപികമാരുടെ അല്ല, മറിച്ച് സകലതിൻ്റെയും അന്തരാത്മാവാവും. കേവലം യശോദാപുത്രനായിരിക്കുന്ന മനുഷ്യക്കുട്ടിയല്ല അങ്ങ്, ഗോപികമാരുടെ അല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും അന്തരാത്മാവാണ്. മനുഷ്യനായിട്ടല്ല അങ്ങേ കണ്ടിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെ ഓരോന്നിലും പിന്നെ ലക്ഷ്മി ദേവിയെ കുറിച്ചിട്ട് സങ്കല്പിച്ച് പറയും. അങ്ങനെ ലക്ഷ്മി ദേവിയെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയെ അങ്ങ് പരിഗ്രഹിച്ചത് വഴി, ലക്ഷ്മി ദേവിയുടെ ശിരസിൽ അങ്ങ് കൈവച്ചത് വഴി ദേവിക്ക് പരമമായിരിക്കുന്ന അനുഗ്രഹമുണ്ടായി. അതുപോലെ ഞങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകണമേ എന്ന്. 3 മണിക്ക് നിർത്തണോ? 3:30 വരെയാണ് സമയം. 3 നിർത്തണം. അപ്പം അങ്ങനെ പറഞ്ഞ് ഓരോരോ ശ്ലോകങ്ങളിലൂടെ ആ ഗോകുലത്തിൻ്റെ ഭഗവാൻ സങ്കടം നശിപ്പിച്ചത്, അങ്ങനെ ഓരോരോ കഥകളും എടുത്ത് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഈശ്വരാഹ അനുഗ്രഹമില്ലെങ്കിൽ അഹങ്കാരനാശം ഉണ്ടാവുകയില്ലെന്ന് സ്വയം ബോധ്യം വരികയും ഈ ജീവൻ്റെ അഹങ്കാരം ഈശ്വര ദർശനം കൊണ്ട് മാത്രമേ നശിക്കുകയുള്ളൂ എന്നും, അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ട് അവശേഷിച്ചിരിക്കുന്നതായ ഈ അഹങ്കാരത്തിൻ്റെ ആവാസസ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ട് അങ്ങ് ഹൃദയത്തിൽ വന്ന് അങ്ങ് വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ അഹങ്കാരം നശിക്കുകയുള്ളൂ. മധുരമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ വീണ്ടും രസിപ്പിച്ചാലും ശ്രുതിവാക്യങ്ങളിലൂടെ ഒരു ജ്ഞാനിക്ക് നിത്യമായിരിക്കുന്ന ആനന്ദത്തിൽ നിലനിൽക്കുവാൻ എന്താണോ വേണ്ടതെന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് പകർന്നു നൽകിയാലും എന്നെല്ലാം പറയാം. അങ്ങയുടെ ആ കഥാമൃതം ഞങ്ങൾക്ക് പരമമായിരിക്കുന്ന ഗതിയെ പ്രാപിക്കാൻ ഉപകരിക്കുന്നതാണ്. അത് അന്ന് എന്നും കേൾക്കുവാനും പാടുവാനും ഞങ്ങൾക്ക് ഭഗവാനെ വീണ്ടും അങ്ങ് അവസരം തന്നാലും തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാദം ഭുവി ഹൃണന്തിതേ ഭൂരിതാ ജനാഹ എന്ന് പറഞ്ഞ് ദീർഘിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെയും ഭഗവാനെ പറഞ്ഞ് സ്തുതിച്ച് അങ്ങയുടെ ആ വേണുഗാനം വീണ്ടും ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ വയ്യ. ആ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ ശരീരോപാധികളായി വർത്തിച്ചിരുന്ന ഞങ്ങൾ
അവയിന്മേലുള്ളതായിരിക്കുന്ന അഭിമാനങ്ങളെല്ലാം വിട്ട് അങ്ങയെ തന്നെ ആശ്രയിച്ച് ഇരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് വന്ന് ഞങ്ങളിൽ പരമമായിരിക്കുന്ന ആനന്ദത്തെ തന്നാലും സകല കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വന്ന ഞങ്ങളെ അങ്ങ് കൈവെടിയരുത്. അപ്പോൾ ഇവിടെ ഈ കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പം സന്യാസാദി ധർമ്മങ്ങൾ ഉപേക്ഷിച്ച് വന്നവർ പോലും വീണ്ടും വിഷയമോഹിതരായി പോകുന്ന സൂക്ഷ്മാർത്ഥങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചവർ മോഹാലസ്യപ്പെട്ടു പോവുകയാണ്. ശരീരമാ ഭ്രാന്തി നഷ്ടപ്പെടുമ്പോഴാണ് പല ഭക്തന്മാരും ആ ഈശ്വരാവ സന്നിവേശത്താൽ ശരീരഭ്രാന്തി നഷ്ടപ്പെട്ട് അവർ വീഴുന്നതായിരിക്കുന്ന അവസ്ഥകൾ ശ്രീരാമകൃഷ്ണ പരമഹംസരും അതുപോലെ ശ്രീരാമാനന്ദ ഗുരുദേവൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആചാര്യന്മാർക്ക് അമൃതാനന്ദമയി അമ്മ അടക്കം ഇപ്പോഴും ആയിരങ്ങൾ നമുക്കിടയിൽ ആ ഭഗവത് സാന്നിധ്യമുണ്ടായി ആ ഭഗവത് സ്വരൂപത്തെ ദർശിച്ച് അവർക്ക് ആ ശരീരഭ്രാന്തി നശിച്ച് അവർ ഭൂമിയിൽ വീഴുന്നത് കാണും. പലരും നമ്മുടെ മോഹാലസ്യമല്ലത്, മോഹാലസ്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഉള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ സർവാലങ്കാര വിഭൂഷിതനായിരിക്കുന്ന ഭഗവാൻ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ഗോപികമാർ ചാടി എഴുന്നേറ്റ് ഭഗവാനോടുകൂടി അവരെ ആനന്ദിക്കുകയും ചെയ്യാം. ആ സമയത്ത് അവർ 3 ചോദ്യങ്ങൾ, ആദ്യം ഞാൻ പറഞ്ഞ 3 ചോദ്യങ്ങൾ പ്രേമസംബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഭഗവാനെ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ചിലരുണ്ട്. ഭഗവാൻ ഇതിലേതിൽ പെടുമെന്നാണ് ചോദിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ചിലർ, എന്നാൽ മറ്റു ചിലരാകട്ടെ തന്നെ സ്നേഹിക്കാത്തവരെയും അങ്ങോട്ട് സ്നേഹിക്കും. മൂന്നാമത്തെ ഒരു കൂട്ടരാകട്ടെ ആരെയും സ്നേഹിക്കുന്നില്ല. ഭഗവാൻ ഇതിൽ പെടും എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം സ്നേഹത്തെയും പ്രേമത്തിൻ്റെയും രസാവിഷ്കാരത്തിൻ്റെ ഭാവങ്ങളെയും ഒക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ പ്രേമമാകുന്ന രസത്തെ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇത് ഓരോന്നും തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥത കൊണ്ടാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി തന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നു, അത് കടമയാണ്, അമ്മ മക്കളെ സ്നേഹിക്കുന്നവർ. ഇനി ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കാത്തതോ അത് നന്ദികേടാണ്. ഞാൻ ഈ 3ലുമില്ല. എനിക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ സകല ജീവജാലങ്ങളിലും ഞാൻ പ്രേമസ്വരൂപനായിട്ട് നിലനിൽക്കുകയാണ്. പരമമായിരിക്കുന്ന ജ്ഞാനം അത് പല പ്രകാരത്തിൽ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് പ്രേമസ്വരൂപനായിരിക്കുന്ന എന്നെ പ്രാപിക്കാൻ കഴിയും. നിങ്ങളാകട്ടെ സ്നേഹമാകുന്ന ഭക്തിയാകുന്ന പ്രേമമായിരിക്കുന്ന ഉപാധിയിലൂടെ എന്നെ നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പിന്നെ ഒരു അധ്യായത്തിലൂടെ ആ രാസക്രീഡ, അത് വിവരിക്കേണ്ട കാര്യമില്ല, അത് ഭഗവാനുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നതായ അവസ്ഥയാണ്. ഏതൊന്നിൻ്റെ ആസ്വാദനത്തിലാണോ ഒരിക്കലും നശിക്കാത്തതായ പരമമായിരിക്കുന്ന നിത്യാനന്ദം ഉണ്ടാകുന്നത്, ആ അവസ്ഥയിൽ ജീവന്മാർ സാക്ഷാൽ കരുണാമൂർത്തിയായിരിക്കുന്ന പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് കൂടിച്ചേർന്ന് പരമമായിരിക്കുന്ന ആനന്ദത്തെ, ഭേദരഹിതമായിരിക്കുന്ന ദ്വൈതഭ്രാന്തിയില്ലാത്ത ജീവഭ്രാന്തിയില്ലാത്ത ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ള, ജീവനും ഈശ്വരനും ആത്മാവും ത്രിപിടിയാണ്, 3ഉം ഇല്ലാത്തതായ അവസ്ഥയെ പ്രാപിച്ചു. അതെത്ര കാലമെന്ന് പറയുന്നില്ലെന്നാണ്, അങ്ങനെ കഴിഞ്ഞു പോയെന്നാണ്. അതിന് കാലദേശങ്ങളില്ലാത്തത് കൊണ്ട് അങ്ങനെ രാത്രി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ രാത്രിക്ക് എത്രമാത്രം ദൈർഘ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നില്ല എന്ന് മാത്രം. ഇതാണ് രാസക്രീഡ എന്ന് പറയുന്നതായ ആ ഭാവം. ജീവന്മാർക്ക് പരമമായിരിക്കുന്ന ഭക്തിയിലൂടെ, പ്രേമത്തിലൂടെ ആ നിത്യാനന്ദത്തെ, നശിക്കാത്തതായ അഖണ്ഡവും സച്ചിദാനന്ദവും അവാങ് മനസ്സഗോചരവുമായിരിക്കുന്ന ആത്മാനന്ദത്തെ
ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കുന്നു. ഞാൻ 3 മണിയെന്നാണ് നോട്ടീസിൽ കണ്ട് വിചാരിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതുവരെ രാസക്രീഡ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട്